ഡിയർ സ്റ്റുഡൻസ്, ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് +1 മാത്തമാറ്റിക്സിലെ ഒന്നാമത്തെ ചാപ്റ്ററായ സെറ്റ്സിനെ സംബന്ധിച്ചാണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഈ ചാപ്റ്ററിൽ ധാരാളം കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സെറ്റ്സ് എന്ന കൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്തത് ജർമ്മൻ മാത്തമാറ്റീഷ്യനായ ജോർജ് കാൻഡറാണ്. ഇതുപയോഗിച്ചുകൊണ്ട് പിന്നീട് ധാരാളം മാത്തമാറ്റിക്കൽ കൺസെപ്റ്റുകൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഉദാഹരണമായി ടോപ്പോളജി, അതേപോലെ റിയൽ അനാലിസിസ് എന്നീ കൺസെപ്റ്റുകളൊക്കെ തന്നെയും മാത്തമാറ്റിക്സിലെ സെറ്റ് തിയറി ഉപയോഗിച്ചാണ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഇതേപോലെ കമ്പ്യൂട്ടർ സയൻസിലെ വിവിധങ്ങളായ കൺസെപ്റ്റുകൾ, ഫിസിക്സിലെ ക്വാണ്ടം മെക്കാനിക്സ് പോലുള്ള വളരെ സങ്കീർണമായ, വളരെ എലാബറേറ്റ് ആയിട്ടുള്ള ഒരുപാട് കൺസെപ്റ്റുകൾ ഇതുപയോഗിച്ച് ഡെവലപ്പ് ചെയ്തതാണ്. എന്തിനേറെ പറയുന്നു, ഇന്നത്തെ നൂതന സാങ്കേതിക വിദ്യയായ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ പോലും സെറ്റ് തിയറി ഉപയോഗിക്കുന്നുണ്ട്. എന്താണ് സെറ്റ്സ്? വ്യക്തമായി ഡിഫൈൻ ചെയ്തിട്ടുള്ള ഒരു കളക്ഷനെയാണ് നമ്മൾ സെറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഓബ്ജക്ട്സ്. വെൽ ഡിഫൈൻഡ് എന്നതുകൊണ്ട് ഉദ്ദേശം ആ കളക്ഷനിലെ ഓരോ മെമ്പറിനെ കുറിച്ചും വ്യക്തമായിട്ട് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റണം. ഫോർ എക്സാമ്പിൾ, വവൽസ് ഇൻ ഇംഗ്ലീഷ് ആൽഫബറ്റ് എന്ന ഒരു കളക്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം 5 വവൽസ് ആണുള്ളത്. അത് എ, ഇ, ഐ, ഒ, യു എന്നിങ്ങനെയാണ് എന്ന് നമുക്കറിയാം. അതിനാൽ തന്നെ ആ കൂട്ടം, ആ കളക്ഷൻ വെൽ ഡിഫൈൻഡ് ആണ്. ദെർഫോർ ഇറ്റ് ഈസ് എ സെറ്റ്. അപ്പൊ നമുക്ക് ഈ കൂട്ടം എ, ഇ, ഐ, ഒ, യു എന്ന കൂട്ടം വെൽ ഡിഫൈൻഡ് ആയതുകൊണ്ട് ഇതൊരു സെറ്റാണ്. ഇനി ഞാൻ മറ്റൊരു കളക്ഷൻ പറയാം. 10ൽ കുറവായിട്ടുള്ള പ്രൈം നമ്പേഴ്സിന്റെ കളക്ഷൻ, ദ കളക്ഷൻ ഓഫ് ഓൾ പ്രൈം നമ്പേഴ്സ് ലെസ് ദാൻ 10. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? അതിൽ 2 വരും, 3 വരും, 5 വരും, 7 വരും. ഈ 4 നമ്പേഴ്സ് ആണ് 10ൽ താഴെയുള്ള പ്രൈം നമ്പേഴ്സ്. ഈ കളക്ഷൻ വെൽ ഡിഫൈൻഡ് ആണ്. ഇങ്ങനെ വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ഏതൊരു കളക്ഷനും സെറ്റ് ആണെന്ന് പറയാം. ഇനി നോക്കുങ്ങൾ, ഇപ്പോ നമ്മൾ മന്ത്സ് ഓഫ് എ ഇയർ ഒരു കളക്ഷൻ എടുക്കുകയാണ്. മന്ത്സ് ഓഫ് എ ഇയർ എന്താ? മന്ത്സ് ഓഫ് എ ഇയർ ജനുവരി, ഫെബ്രുവരി, മാർച്ച് അങ്ങനെ പോയിട്ട് ലാസ്റ്റ് ഡിസംബർ വരെയുള്ള 12 മന്ത്സ് നമുക്കറിയാം. അതിന്റെ നെയിമും നമുക്കറിയാം. ദെർഫോർ ദാറ്റ് കളക്ഷൻ ഈസ് വെൽ ഡിഫൈൻഡ്. ഇനി വെൽ ഡിഫൈൻഡ് അല്ലാത്ത കളക്ഷൻസ് ഉണ്ടോ? ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ദ ഇന്റലിജന്റ് പീപ്പിൾ ഇൻ കേരള. കേരളത്തിലുള്ള ഒരു ഇന്റലിജന്റ് പീപ്പിളിന്റെ കളക്ഷൻ എടുക്കാൻ പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും തന്നെ ആ കളക്ഷൻ വെൽ ഡിഫൈൻഡ് അല്ല. കാരണം ഇന്റലിജൻസ് എന്ന ആ ഒരു പ്രത്യേകത നമുക്ക് മെഷർ ചെയ്യാൻ കഴിയില്ല. അതേപോലെ തന്നെ നമ്മളൊരു ലൈബ്രറിയിൽ കയറിയിട്ട് ദ കളക്ഷൻ ഓഫ് ഓൾ ഇൻട്രസ്റ്റിംഗ് ബുക്സ് ഇൻ എ ലൈബ്രറി എന്നെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ കളക്ഷൻ ഒരിക്കലും തന്നെ വെൽ ഡിഫൈൻഡ് ആവില്ല. കാരണം എന്താണ്? ഇൻട്രസ്റ്റിംഗ് എന്ന വേർഡ് ഇറ്റ് ഈസ് ചേഞ്ചിങ് ഫ്രം പേഴ്സൺ ടു പേഴ്സൺ. ഓരോ പേഴ്സണെയും അനുസരിച്ച് എന്ത് ചെയ്യും? ഇൻട്രസ്റ്റ് എന്നുള്ളത് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇങ്ങനെ വെൽ ഡിഫൈൻഡ് അല്ലാത്ത കളക്ഷൻ ഉണ്ട്. അത് നമ്മൾ എന്തായി പരിഗണിക്കൂല? സെറ്റായിട്ട് പരിഗണിക്കാറില്ല. ഇനി ഈ കളക്ഷൻ തന്നെ നോക്കൂ, വെൽ ഡിഫൈൻഡ് ആയ കളക്ഷൻ തന്നെ ഫൈനൈറ്റ് ഉണ്ട്, ഇൻഫൈനൈറ്റ് ഉണ്ട്. എന്താ ഫൈനൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ ലിമിറ്റഡ് നമ്പർ ഓഫ് എലമെന്റ്സ്. ഇപ്പൊ നമ്മൾ എഴുതിയ ഈ 2 കളക്ഷനും ഫൈനൈറ്റ് കളക്ഷനാണ്. കാരണം ലിമിറ്റഡ് ആണ്, കൗണ്ടബിൾ ആണ്, എണ്ണിയാൽ തീരാവുന്നതാണ്. ഇപ്പൊ ഇതിൽ 4 എലമെന്റ്സ് ഉണ്ട്, അതിൽ 5 എലമെന്റ്സ് ഉണ്ട്. എന്നാൽ എണ്ണിയാൽ തീരാത്ത ഇൻഫിനിറ്റ് ആയിട്ട് കളക്ഷൻസ് ഉണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്, അതിലെ എലമെന്റുകൾ ഒരിക്കലും എണ്ണിയാൽ തീരില്ല. സെറ്റ് ഓഫ് പ്രൈം നമ്പേഴ്സ്, സെറ്റ് ഓഫ് ഇൻഡിജേഴ്സ്, ഇങ്ങനെ ധാരാളം കളക്ഷൻസ് വെൽ ഡിഫൈൻഡ് ആണ്. എന്നാൽ അത് ഇൻഫിനിറ്റ് കളക്ഷൻസ് ആണ്. ഇതിനാണ് നമ്മൾ എന്ത് പറയാ? ഇൻഫിനിറ്റ് സെറ്റ് എന്ന് പറയുന്നത്. ഇനി നോക്കൂ, നമ്മൾ സെറ്റുകൾക്ക് പേര് നൽകുന്നത് ക്യാപിറ്റൽ ലെറ്റേഴ്സ് ഓഫ് ഇംഗ്ലീഷ് ആൽഫബറ്റ്. ഇപ്പൊ നമ്മൾ ഈ സെറ്റിന്റെ പേര് എഴുതുകയാണെങ്കിൽ എ ഈക്വൽ ടു എന്ന് എഴുതിയിട്ട് 2 ബ്രാക്കറ്റ് നമ്മൾ സാധാരണ എലമെന്റ്സ് എഴുതിയതിനു ശേഷം 2 ബ്രാക്കറ്റ് ഉപയോഗിച്ചാണ് ഈ കളക്ഷനെ റെപ്രസെന്റ് ചെയ്യുക. അതേപോലെ ഈ സെറ്റിന് ഇപ്പൊ നമുക്ക് ബി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ബി ഈക്വൽ ടു സെറ്റ് 2, 3, 5, 7 എന്നിങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? ക്യാപിറ്റൽ ലെറ്റേഴ്സ് കൊണ്ടാണ് നെയിം ചെയ്യാറുള്ളത്. ഇനി നെയിം ചെയ്തിട്ടുള്ള ധാരാളം സെറ്റുകളുണ്ട്. ഇപ്പൊ നമ്മൾ ആൾറെഡി മാത്തമാറ്റിക്സ് നെയിം ചെയ്തിട്ടുള്ള, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് അത് n ആണ്. സെറ്റ് ഓഫ് ഇൻഡിജേഴ്സ് അത് z ആണ്. സെറ്റ് ഓഫ് q അത് റാഷണൽ നമ്പേഴ്സ് ആണ്. r സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് ആണ്. എന്നിങ്ങനെ ധാരാളം കാര്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? നമുക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. ഏത്? നെയിമിംഗ് ഉള്ള സെറ്റുകളുണ്ട്. അപ്പൊ ആ നെയിമിംഗ് ഉള്ള സെറ്റുകൾ ഞാനൊന്ന് ബോർഡിൽ എഴുതാം.
നോക്കൂ, ഇതൊക്കെ സാധാരണ നെയിം ചെയ്തിട്ടുള്ള സെറ്റുകളാണ്. ഇത് നിങ്ങൾ തീർച്ചയായിട്ടും പഠിക്കണം. ഓരോ സെറ്റുകളുടെയും പേര് n സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ആണ്, w ഹോൾ നമ്പേഴ്സ് ആണ്, z ഇന്റിജേഴ്സ് ആണ്, q റാഷണൽ നമ്പേഴ്സ് ആണ്, അതേപോലെ t ഇറാഷണൽ നമ്പേഴ്സ് ആണ്, r. ഇനി മറ്റൊരു കാര്യം, ഈ z മുകളിൽ ഒരു പ്ലസ് ഇട്ട് സൂചിപ്പിച്ചു കഴിഞ്ഞാൽ എന്താണ്? സെറ്റ് ഓഫ് പോസിറ്റീവ് ഇന്റിജേഴ്സ് എന്ന് പറയാം. r മൈനസ് എന്നാലോ സെറ്റ് ഓഫ് നെഗറ്റീവ് റിയൽ നമ്പേഴ്സ്. അപ്പം നിങ്ങൾ +1 വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും ഈ സെറ്റുകളൊക്കെ നെയിം തീർച്ചയായിട്ടും പഠിച്ചിരിക്കണം. കാരണം ഈ നെയിം എപ്പോഴും നമുക്ക് ഉപയോഗിക്കുന്ന നെയിമുകളാണ്. അപ്പൊ നെയിമിങ് മനസ്സിലാക്കിയല്ലോ, ക്യാപിറ്റൽ ലെറ്റേഴ്സ് കൊണ്ടാണ് നമ്മൾ സാധാരണ നെയിം ചെയ്യാറുള്ളത്. ഇനി നമ്മൾ മനസ്സിലാക്കാനുള്ളത്, സെറ്റുകളെ 2 മെത്തേഡായിട്ടാണ് സാധാരണ റെപ്രസെന്റ് ചെയ്യാറുള്ളത്. അതിൽ ഒന്നാമത്തെ മെത്തേഡാണ് റോസ്റ്റർ മെത്തേഡ്. റോസ്റ്റർ മെത്തേഡ് എന്താണ് ഈ റോസ്റ്റർ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സെറ്റിലെ എലമെന്റുകളെ കോമ ഇട്ട് വേർതിരിച്ച് ഒരു ഡബിൾ ബ്രാക്കറ്റിനുള്ളിൽ എഴുതും. അപ്പൊ നമ്മൾ നേരത്തെ എഴുതിയതുപോലെ തന്നെ എന്ന രീതിയാണ് നമ്മൾ എന്ത് പറയുന്നത്? റോസ്റ്റർ മെത്തേഡ് എന്ന് പറയുന്നത്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ n എന്ന് പറയുന്ന സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സിനെ നമ്മൾ റോസ്റ്റർ മെത്തേഡ് എഴുതി കഴിഞ്ഞാൽ 1 2 3 4 എന്ന് എഴുതിയതിനു ശേഷം എന്താണ്? ഇത് ഇൻഫിനിറ്റ് ആയതുകൊണ്ട് എക്സെട്ര എന്ന് നമ്മൾ എഴുതുന്നു. ഇതാണ് അതിന്റെ റോസ്റ്റർ മെത്തേഡ്. ഇനി നിങ്ങൾ നോക്കൂ, ഇപ്പൊ w നമ്മൾ എഴുതുകയാണെങ്കിലോ, w എന്ന് എഴുതുകയാണെങ്കിലോ നമുക്ക് എന്ത് ചെയ്യാം? 0 1 2 3 എക്സെട്ര. 0 ഉൾക്കൊള്ളുന്ന നാച്ചുറൽ നമ്പേഴ്സിനാണ് നമ്മൾ ഹോൾ നമ്പേഴ്സ് എന്ന് പറയാം. ഇനി ഇന്റിജേഴ്സ് എഴുതുമ്പോൾ നമ്മൾ എങ്ങനെ എഴുതുക? z ആണ് ഇന്റിജേഴ്സ്. അപ്പൊ ഇന്റിജേഴ്സ് നെഗറ്റീവ് ഉണ്ട്, 0 ഉണ്ട്, പോസിറ്റീവ് ഉണ്ട്. അപ്പൊ നമ്മൾ ആദ്യം തന്നെ കുറച്ച് ഡോട്ട് ഇടുക. കാരണം എന്താണ്? ഈ നമ്പർ. ഇനി -3 -2 -1 പിന്നെ 0 1 2 3 എക്സെട്ര ഇങ്ങനെ പോവുക. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സെറ്റ് ഓഫ് ഇന്റിജേഴ്സ് എന്ന് പറയുന്നത്. ഇനി സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സിനെയോ അല്ലെങ്കിൽ റാഷണൽ നമ്പറിനെയോ ഇറാഷണൽ നമ്പറിനെയോ ഒന്നും തന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല, ഇങ്ങനെ റോസ്റ്റർ മെത്തേഡിൽ റെപ്രസെന്റ് ചെയ്യാൻ കഴിയില്ല. കാരണം ഇത് മൂന്നാണെന്ത്? ഒരു സീക്വൻസിലാണ് ഈ 3 സെറ്റും വരുന്നത്. മറ്റുള്ള ഒന്നും തന്നെ എന്തല്ല, ഒരു സീക്വൻസ് ആയിട്ട് നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ കഴിയാത്തതുകൊണ്ട് അതിനൊന്നും റോസ്റ്റർ മെത്തേഡിൽ എഴുതാൻ കഴിയില്ല. അപ്പൊ എന്താണ് റോസ്റ്റർ മെത്തേഡ്? നമ്മൾ മനസ്സിലാക്കി, കോമയിട്ട് വേർതിരിച്ച് ഡബിൾ ബ്രാക്കറ്റിനുള്ളിൽ എഴുതുന്നു. ഇതിൽ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അംഗങ്ങൾ ആവർത്തിച്ചു വന്നാൽ ഒരു പ്രാവശ്യം എഴുതിയാൽ മതി. പോയിന്റ് നമ്പർ 1. പോയിന്റ് നമ്പർ 2, ഏത് ക്രമത്തിലും എഴുതാം. അതിന് ഇന്ന ക്രമം എന്നൊന്നുമില്ല, ഏത് ക്രമത്തിലും എഴുതാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ എഴുതാണ്, ഇപ്പൊ സ്കൂൾ എന്ന ഒരു വേർഡ് നമുക്ക് കിട്ടി. നോക്കൂ, ഇതിലെ ലെറ്ററുകളെ നമുക്ക് റോസ്റ്റർ മെത്തേഡിൽ എഴുതുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? SCHOL ഇതാണ് അതിന്റെ റോസ്റ്റർ മെത്തേഡ്. അപ്പൊ O 2 പ്രാവശ്യം വന്നത് കൊണ്ട് നമ്മൾ ഒരു പ്രാവശ്യം എഴുതിയാൽ മതി. ഇനി ഒരാൾ തന്നെ LCHOS എന്ന് എഴുതിയാലോ സെയിം സെറ്റാണ്. കാരണം ഈ എലമെന്റുകളൊക്കെ എന്തിലുണ്ട്? ഇതാ L ഇവിടെ ഉണ്ട്, എല്ലാ എലമെന്റുകളും ഇവിടെ എഴുതിയിട്ടുണ്ട്. സോ ദിസ് ഈസ് ആൾസോ സെയിം. അപ്പം നമ്മൾ മനസ്സിലാക്കുക, റോസ്റ്റർ മെത്തേഡിൽ ക്രമത്തിന് ഒരു പ്രാധാന്യമില്ല, ഏത് ക്രമത്തിലും എഴുതാം. ഒന്നിൽ കൂടുതൽ പ്രാവശ്യം ആവർത്തിച്ച് വന്നാൽ അത് ഒരു പ്രാവശ്യം എഴുതിയാൽ മതി. ഇതാണ് റോസ്റ്റർ മെത്തേഡ്. ഇനി നമുക്ക് അടുത്ത മെത്തേഡിന്റെ പേരാണ് എന്ത്? സെറ്റ് ബിൽഡർ ഫോം. സെറ്റ് ബിൽഡർ ഫോം. സെറ്റ് ബിൽഡർ ഫോം എന്താണ് ഈ സെറ്റ് ബിൽഡർ ഫോം എന്ന് പറഞ്ഞാൽ, റോസ്റ്റർ മെത്തേഡിൽ എഴുതിയിട്ടുള്ള അംഗങ്ങളെ നമ്മൾ എന്ത് ചെയ്യുന്നു? സെറ്റ് ബിൽഡർ ഫോമിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം? റെപ്രസെന്റ് ചെയ്യാം. ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇപ്പൊ നമ്മൾ നേരത്തെ എഴുതി A = സെറ്റ് AEIOU. നമ്മൾ നേരത്തെ വവൽസിന് എഴുതിയല്ലോ. ഈ സെറ്റിനെ നമ്മൾ റോസ്റ്റർ മെത്തേഡിൽ എഴുതി വിചാരിച്ചോളൂ. അപ്പൊ എന്താണ് റോസ്റ്റർ മെത്തേഡ്? നിങ്ങൾ ശ്രദ്ധിക്കുക. ആദ്യമായി നമ്മൾ ചെയ്യേണ്ടത് ഈ 5 എലമെന്റുകളെയും ഒരു വേരിയബിൾ കൊണ്ട് റെപ്രസെന്റ് ചെയ്യാം. അതായത് ഇപ്പോൾ A = എല്ലാ വേരിയബിളിനെയും എല്ലാ എലമെന്റുകളെയും ഒരു വേരിയബിൾ കൊണ്ട് റെപ്രസെന്റ് ചെയ്യും. X. അവിടെ X എന്ന് മാത്രമല്ല Y എന്ന് എഴുതാം, Z എന്ന് എഴുതാം. പക്ഷെ നമ്മൾ നോർമലി നമ്മൾ X എഴുതാണ്. ഈ 2 ഡോട്ട് ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ മീനിങ് സച്ച് ദാറ്റ്. ഇതിന് പകരമായിട്ട് നമുക്ക് എന്ത് ചെയ്താം? സെറ്റ് ഓഫ് ഓൾ എക്സ് ഒരു സ്ലാഷ് ഇടാം. അങ്ങനെ 2 നൊട്ടേഷൻ ഉപയോഗിക്കാം. ഒന്ന് സച്ച് ദാറ്റ് അല്ലെങ്കിൽ സ്ലാഷ്. രണ്ടും മീനിങ് എന്താണ്? ഇനി സെയിം തന്നെയാണ്. ഇനി ഈ എക്സിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു പ്രോപ്പർട്ടി ആയിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നു. എന്ത് പ്രോപ്പർട്ടി? ഈ AEIOUക്ക് ബാധകമായ പ്രോപ്പർട്ടി. ഈ AEIOUക്ക് ബാധകമായ പ്രോപ്പർട്ടി എന്താണ്? ലെറ്റേഴ്സ് ഇൻ ഇംഗ്ലീഷ് ആൽഫബറ്റ് എന്നാണോ? അല്ല. കാരണം എന്താ? ഇതല്ലാത്ത ലെറ്റേഴ്സും ഉണ്ട്. അപ്പൊ ഇതിന് ബാധകമായ പ്രോപ്പർട്ടി ആരാ? സെറ്റ് ഓഫ്
vowels in English alphabet ആണ്. അപ്പോൾ X is a vowel such that X is a vowel in English alphabet. In English alphabet. ഇംഗ്ലീഷ് ആൽഫബറ്റിലെ ഒരു വവ്വലാണ്. ഇതാണ് നമ്മൾ റോസ്റ്റർ മെത്തേഡിൽ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ നമ്മൾ എന്താണ് റോസ്റ്റർ മെത്തേഡ് ഉദ്ദേശിക്കുന്നത്? ഈ സെറ്റിൽ എത്ര എലമെന്റ് ഉണ്ടെങ്കിലും നമ്മൾ എന്ത് ചെയ്യുക, എത്ര എലമെന്റ്സ് ഉണ്ടെങ്കിലും ആ എലമെന്റുകളെ എല്ലാം റെപ്രസെന്റ് ചെയ്യുന്ന ഒരു വേരിയബിൾ. അപ്പോൾ സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എന്നാണ് എന്താ, എക്സ് ഈസ് എ, എക്സ് ഈസ് ഇ, എക്സ് ഈസ് ഐ, എക്സ് ഈസ് ഒ, എക്സ് ഈസ് യു. ആ എക്സ് എന്ന് പറയുന്നത് എല്ലാവരുടെയും ഒരു റെപ്രസെന്റേറ്റീവ് ആണ്. ഇനി എന്താണ്, ഇവർക്ക് മാത്രം ബാധകമായിട്ടുള്ള ഒരു പ്രോപ്പർട്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നു. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സെറ്റ് ബിൽഡർ ഫോം എന്ന് പറയുന്നത്. ഇവിടെ ഇതേപോലെ ഇതന്നെ എഴുതിയാൽ മതി, സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ വവൽ ഇൻ ഇംഗ്ലീഷ് ആൽഫബറ്റ്. അപ്പം ഈ നൊട്ടേഷനിൽ ഉപയോഗിക്കാം, ഇത് ഉപയോഗിക്കാം. ഇതാണ് സെറ്റ് ബിൽഡർ ഫോം. ഇനി നമുക്ക് മറ്റൊരു ഉദാഹരണം നോക്കാം. അതായത് ഇപ്പൊ നമുക്ക് തരികയാണ് എ ഈക്വൽ ടു 1, 4, 9, 16, 25 എന്ന് തന്നെ വിചാരിച്ചോളൂ. ഇതിന്റെ സെറ്റ് ബിൽഡർ ഫോം എഴുതാൻ പറഞ്ഞാൽ നമുക്ക് ആദ്യം തന്നെ ഈ തന്ന സെറ്റ് എന്താണ്, ശരിക്കും സ്ക്വയർ നമ്പേഴ്സ് ആണ്. 1 സ്ക്വയർ, 2 സ്ക്വയർ, 3 സ്ക്വയർ, 4 സ്ക്വയർ, 5 സ്ക്വയർ എന്ന സ്ക്വയർ നമ്പേഴ്സ് ആണ് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് എന്ത് എഴുതാം, എ ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഇസ് ഈക്വൽ ടു എൻ സ്ക്വയർ. എൻ സ്ക്വയർ. ഇനി എന്നിന്റെ വാല്യൂ എന്തൊക്കെയാണ്? എല്ലാ എൻ സ്ക്വയർ ഉണ്ടോ? ഇല്ല. എന്നിന്റെ വാല്യൂ ഏതൊക്കെയാണ്? 1, 2, 3, 4, 5. ഇതാണ് ഇതിന്റെ സെറ്റ് ബിൽഡർ ഫോം. ഇപ്പൊ മനസ്സിലായല്ലോ നിങ്ങൾക്ക്. ഇനി ഞാൻ നിങ്ങളോട് പറയാണ്, ഇതേ ക്വസ്റ്റ്യൻ തന്നെ ഒന്നും കൂടി എലാബറേറ്റ് ആയിട്ട് ചോദിച്ചു വെച്ചോളൂ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമുക്ക് എ ഈക്വൽ ടു സെറ്റ് 1, 4, 9, 16 എക്സെട്ര അപ് ടു 100 എന്ന് തന്നു വിചാരിച്ചോളൂ. അപ്പൊ നമുക്ക് ഇവിടെ നമ്മൾ ഇതിന്റെ സെറ്റ് ബിൽഡർ ഫോം എഴുതുമ്പോൾ എ ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഇസ് ഈക്വൽ ടു എൻ സ്ക്വയർ. ഇനി നമ്മൾ എന്നിന്റെ വാല്യൂ 1 മുതൽക്ക് 10 വരെ ഇങ്ങനെ എഴുതാൻ ബുദ്ധിമുട്ടല്ലേ, കുറെ നീളത്തിന് വരുമല്ലോ. അപ്പൊ അതിന് പകരമായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇങ്ങനെ എഴുതാറുള്ളത് നോക്കൂ. 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10, എൻ ബിലോങ്സ് ടു എൻ. ഇതാണ് നമ്മൾ ഇങ്ങനെ എഴുതുക. എന്താ അതിന്റെ അർത്ഥം അറിയോ? എക്സ് എൻ സ്ക്വയർ ആണ്. അഥവാ 1 കൊടുക്കുമ്പോൾ 1 സ്ക്വയർ, 2 കൊടുക്കുമ്പോൾ 2 സ്ക്വയർ, അങ്ങനെ ലാസ്റ്റ് 10 കൊടുക്കുമ്പോൾ 10 സ്ക്വയർ. ഇവിടെ ഇങ്ങനെ എഴുതിയ അതിന്റെ അർത്ഥം എന്നിന്റെ വില 1ഉം അതിന് മുകളിലും 10ഉം അതിൽ താഴെയുമുള്ള നാച്ചുറൽ നമ്പേഴ്സ് ആണ്. എൻ ബിലോങ്സ് ടു എൻ എന്നാൽ നാച്ചുറൽ നമ്പേഴ്സ് ആണ്. ഈ സിമ്പിൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ സിമ്പിളിന്റെ പേര് എപ്സിലോൺ എന്നാണ്. എപ്സിലോൺ, നല്ല ശ്രദ്ധിക്കുക, എപ്സിലോൺ. ഈ സിമ്പിള് ഇങ്ങനെയാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യാറുള്ളത്. ഇതിന്റെ അർത്ഥം ആ സെറ്റിൽ ഉണ്ട് എന്നതാണ്. ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പൊ നമുക്ക് എ ഈക്വൽ ടു സെറ്റ് 1, 2, 3 എന്ന് തന്നു വിചാരിച്ചോളൂ. അപ്പൊ നമുക്ക് എന്ത് പറയാം, 1 ബിലോങ്സ് ടു എ. ഇതിന് ബിലോങ്സ് ടു എന്ന് വായിക്കാം, 1 ബിലോങ്സ് ടു എ. അതേപോലെ 2 ബിലോങ്സ് ടു എ. ഇനി 0 മെമ്പർ ആണോ? അല്ല. അപ്പൊ 0 ഡസ് നോട്ട് ബിലോങ്സ് ടു എ എന്നൊക്കെ നമുക്ക് എഴുതാം. അപ്പൊ ഇതിന്റെ റോസ്റ്റർ മെത്തേഡും സെറ്റ് ബിൽഡർ ഫോമും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. എന്താണ് സെറ്റ് ബിൽഡർ ഫോം നമുക്ക് മനസ്സിലായി. ആ എലമെന്റുകളെ ഒരു വേരിയബിൾ കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നു. എന്നിട്ട് ആ വേരിയബിൾക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, മാത്രം അവകാശപ്പെട്ട പ്രോപ്പർട്ടി എക്സ്പ്ലെയിൻ ചെയ്യുന്നു. ഇവിടുത്തെ പ്രോപ്പർട്ടി എന്താ? സ്ക്വയർ നമ്പേഴ്സ് ആണ്. അപ്പൊ ആ സ്ക്വയർ നമ്പേഴ്സ്. ഇനി ഞാൻ നിങ്ങൾക്ക് ഒരു ഉദാഹരണം കൂടി പറയാം. നോക്കൂ, ഇപ്പൊ നമുക്ക് എ ഈക്വൽ ടു നമ്മളോട് പറയാണ് 1/2, 2/3, 3/4, 4/5, 5/6 എന്ന് തന്നു വിചാരിച്ചോളൂ. ഇപ്പൊ നമുക്ക് തന്നത് ഒരു ഫ്രാക്ഷൻ ആണെന്ന് നമുക്ക് മനസ്സിലായി. എന്താണ് ഈ ഫ്രാക്ഷന്റെ പ്രത്യേകത? ന്യൂമറേറ്ററിനോട് കൂടി 1 കൂട്ടിയതാണ് എന്ത്? ഡിനോമിനേറ്റർ. അപ്പൊ നമുക്കിവിടെ ഇതിന് എന്ത് എഴുതാൻ പറ്റും? എ ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് ഉണ്ടല്ലേ, സച്ച് ദാറ്റ്. ഇനി എന്താണ് നമ്മൾ എക്സ്? എക്സ് എന്നത് ഒരു ഭിന്നസംഖ്യയാണ്. എക്സ് ഈസ് എ ഫ്രാക്ഷൻ. ന്യൂമറേറ്ററിനേക്കാൾ 1 കൂടിയതാണ്. അപ്പൊ ന്യൂമറേറ്റർ എൻ ആണെങ്കിൽ ഡിനോമിനേറ്റർ എന്തായിരിക്കും? അതിനേക്കാൾ 1 കൂടിയത്. അപ്പോൾ n/n+1. ഇനി ഈ രൂപത്തിലുള്ള ലാസ്റ്റ് എലമെന്റ് ഏതാ? എന്നിന്റെ സ്ഥാനത്ത് 5 ആണ് വരുന്നത്. 1, 2, 3, 4, 5. അപ്പൊ n എന്ന് പറയുന്നത് എത്രയാണ്? 1 മുതൽക്ക് 5 വരെയുള്ള നാച്ചുറൽ നമ്പേഴ്സ് ആണ്. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് ചെയ്താം? n is equal to 1, 2, 3, 4, 5
ഇതാണ് ഇതിന്റെ ആൻസർ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ എന്താ സെറ്റ് ബിൽഡർ ഫോമിന്റെ പ്രത്യേകത? തന്നിട്ടുള്ള എല്ലാ എലമെന്റുകളെയും ഒരു വേരിയബിൾ കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നു. എന്നിട്ട് ആ വേരിയബിളിന് എന്ത് ചെയ്യുന്നു? ഇവർക്ക് മാത്രം അവകാശപ്പെട്ട ഒരു പ്രോപ്പർട്ടി, ചിലപ്പോൾ അതൊരു ഇക്വേഷൻ ആവും, ചിലപ്പോൾ അതൊരു എന്താ പറയുക ഒരു കൺസെപ്റ്റ് ആവും. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ആ പ്രോപ്പർട്ടി നമ്മൾ എന്ത് ചെയ്യാണ്? എക്സ്പ്ലെയിൻ ചെയ്യാണ്. ഇവിടെ ന്യൂമറേറ്ററിനേക്കാൾ 1 കൂടിയതാണ് ഡിനോമിനേറ്റർ. അപ്പം ന്യൂമറേറ്റർ നമ്മൾ n കൊടുത്തു, അപ്പോൾ ഡിനോമിനേറ്റർ n+1 ആയി. എന്താണ് ഇതിന്റെ വില? 1 മുതൽക്ക് 5 വരെയുള്ള നാച്ചുറൽ നമ്പേഴ്സ് ആണ്. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സെറ്റ് ബിൽഡർ ഫോം എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് എക്സാമിനേഷൻ ഒക്കെ ചിലപ്പോൾ റോസ്റ്റർ മെത്തേഡ് തന്നിട്ട് സെറ്റ് ബിൽഡർ ഫോമിലേക്കും അതേപോലെ സെറ്റ് ബിൽഡർ ഫോമിൽ തന്നിട്ട് റോസ്റ്റർ മെത്തേഡിലേക്കൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. ഇവിടെ നമ്മൾ തിയറി മാത്രമാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. പ്രോബ്ലം സോൾവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതുമായി ബന്ധപ്പെട്ട പ്രോബ്ലങ്ങൾ ചെയ്തു നോക്കാവുന്നതാണ്. നോക്കൂ, ഇനി നമുക്ക് അടുത്ത കൺസെപ്റ്റായി പഠിക്കാനുള്ളത് ടൈപ്സ് ഓഫ് സെറ്റ്സ് ആണ്. ടൈപ്സ് ഓഫ് സെറ്റ്സ്. അതിൽ ഒന്നാമത്തത് നൾ സെറ്റ്. നൾ സെറ്റ്. ഈ നൾ സെറ്റിന് മറ്റ് 2 പേരും കൂടി ഉണ്ട്. എംപ്റ്റി സെറ്റ് എന്ന് പറയും. അതേപോലെ തന്നെ അതിന്റെ വേറൊരു പേരാണ് വോയിഡ് സെറ്റ്. VOID, വോയിഡ് സെറ്റ്. എന്താണ് നൾ സെറ്റ് എന്ന് പറഞ്ഞാൽ? പേര് തന്നെ നമുക്ക് മനസ്സിലായി എന്താണ്? ഒരൊറ്റ അംഗം ഇല്ലാത്ത, ഒരംഗം പോലും ഇല്ലാത്ത ഒരു സെറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എംപ്റ്റി സെറ്റ് എന്ന് പറയുന്നത്. ഈ എംപ്റ്റി സെറ്റിന്റെ പ്രത്യേകത എന്താണ്? അതിൽ ഒരൊറ്റ അംഗം ഉണ്ടാവില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എ നാച്ചുറൽ നമ്പർ ബിറ്റ്വീൻ 1 and 2. 1 and 2, 1ന്റെയും 2ന്റെയും ഇടയിലുള്ള ഒരു നാച്ചുറൽ നമ്പർ. അതേപോലെ ഇപ്പോൾ നമുക്കറിയാം പാരലൽ ലൈൻസ് ഒരിക്കലും ഇന്റർസെക്ട് ചെയ്യില്ല. അപ്പൊ നമ്മൾ പറയാണ് എ പോയിന്റ്, കോമൺ പോയിന്റ് ഓഫ് 2 പാരലൽ ലൈൻസ്. 2 പാരലൽ ലൈൻസിന്റെ ഇടയിലുള്ള കോമൺ പോയിന്റ്. അങ്ങനെ കോമൺ പോയിന്റ് ഇല്ല, അതിനാൽ തന്നെ അത് നൾ സെറ്റ് ആണ്. ഇനി വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം? എക്സാമ്പിൾ പറയാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ x² + 1 = 0. ഇതൊരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആണ്. ഈ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷന്റെ പ്രത്യേകത, ഇതിന് എന്തില്ല? നാച്ചുറൽ നമ്പർ സൊല്യൂഷൻ ഇല്ല, അഥവാ ഇൻഡിജർ ആയിട്ട് ഇതിനൊരു സൊല്യൂഷനും ഇല്ല. അപ്പോ ഇനി ഇപ്പൊ നോക്കുക, x ബിലോങ്സ് ടു n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഏതെങ്കിലും എണ്ണൽ സംഖ്യയുടെ വർഗത്തോട് കൂടി 1 കൂട്ടിയാൽ 0 കിട്ടുമോ? നമ്മളിപ്പോ നോക്കൂ, എക്സിന് ഫസ്റ്റ് നാച്ചുറൽ 1 ആണ്. 1² കൊടുക്കുമ്പോൾ 1 കിട്ടും. 1 + 1 2 ആണ്. അപ്പോൾ ഒന്നും അതിന് മുകളിലുള്ള ഒരു നാച്ചുറൽ നമ്പർ കൊടുത്താലും ഇതിന് സൊല്യൂഷൻ കിട്ടൂല, ഈക്വൽ 0 ആവില്ല. അതിനാൽ ഇതിന്റെ സൊല്യൂഷനിലുള്ള അംഗങ്ങളുടെ എണ്ണം എന്താണ്? നൾ സെറ്റ് ആണ്. അപ്പോൾ വാട്ട് ഈസ് എ നൾ സെറ്റ്? ഒറ്റ എലമെന്റും ഇല്ലാത്തൊരു സെറ്റ്. നൾ സെറ്റിനെ എങ്ങനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുക? ഫൈ എന്ന ലെറ്റർ. ഇതാണ് ഗ്രീക്കിലെ ഫൈ എന്ന് പറയുന്ന ലെറ്റർ ആണ്. ഇതാണ് മാത്തമാറ്റീഷ്യൻസിൽ ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി ഒരു സ്ക്വയർ ബ്രാക്കറ്റ് അല്ല, ഒരു കേളി ബ്രാക്കറ്റ്. ഇതിന് കേളി ബ്രാക്കറ്റ് എന്നാണ് പറയാ. ഈ 2 കേളി ബ്രാക്കറ്റുകളും അടുത്തടുത്ത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഇതും എന്താണ്? നൾ സെറ്റിന്റെ സിമ്പലാണ്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇങ്ങനെ എഴുതിയിട്ട് ഇത് നൾ സെറ്റ് ആണോ എന്ന് വെച്ചാൽ ദിസ് ഈസ് നോട്ട് എ നൾ സെറ്റ്. ഒന്നുകിൽ ഇത് എഴുതാം അല്ലെങ്കിൽ അത് എഴുതാം. ഇങ്ങനെ എഴുതാൻ പാടില്ല. ഇതാണ് ഒന്നാമത്തെ സെറ്റ്, നൾ സെറ്റ്. ഇനി രണ്ടാമത്തെ സെറ്റായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് സിംഗിൾട്ടൺ സെറ്റാണ്. സിംഗിൾട്ടൺ സെറ്റ്. എന്താ സിംഗിൾട്ടൺ സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഒരൊറ്റ അംഗം, ഓൺലി 1 എലമെന്റ്. ഈ സെറ്റിൽ ഒരു അംഗം മാത്രമേ ഉണ്ടാവുള്ളൂ. സിംഗിൾ എന്ന് പറഞ്ഞാൽ ഒറ്റൊന്ന്. ഇങ്ങനെയുള്ള സെറ്റിനെയാണ് നമ്മൾ സിംഗിൾട്ടൺ സെറ്റ് എന്ന് പറയാം. നമുക്ക് വളരെ എളുപ്പത്തിൽ പറയാൻ കഴിയും. ഒരു എക്സാമ്പിൾ പറഞ്ഞു നോക്കൂ. എ നമ്പർ വിച്ച് ഈസ് നൈദർ പോസിറ്റീവ് നോർ നെഗറ്റീവ്. പോസിറ്റീവോ നെഗറ്റീവോ അല്ലാത്ത ഒരു സംഖ്യ. അതേതാണ് സംഖ്യ? 0 ആണ്. അതിനാൽ തന്നെ അതൊരു സിംഗിൾട്ടൺ സെറ്റ് ആണ്. ഇനി മറ്റൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് എന്താണ്? an even prime number. an even prime. ആരാ ഈവൻ പ്രൈം എന്ന് പറഞ്ഞാൽ? ഒരു ഇരട്ട പ്രൈം നമ്പർ ആരാണ്? 2 ആണ്. അപ്പൊ ഇതിൽ എന്തുണ്ടാവുള്ളൂ? an even prime number എന്ന് പറയുമ്പോൾ ആ സൊല്യൂഷനിൽ അതിന്റെ സെറ്റായിട്ട് വരുന്നത് ഓൺലി 2 ആണ്. ഇതിനാണ് നമ്മൾ സിംഗിൾട്ടൺ സെറ്റ് എന്ന് പറയുന്നത്. ഇനി നോക്കൂ, അടുത്ത് പഠിക്കാനുള്ളത് ഇക്വാലന്റ് സെറ്റ്സ് ആണ്. ഇക്വാലന്റ്, EQUIVALENT, ഇക്വാലന്റ് സെറ്റ്സ്. ഇതിൽ 2 സെറ്റുകൾ വേണം ഇക്വലന്റ് ആവാൻ. നോക്കൂ, എപ്പോഴാണ് 2 സെറ്റുകൾ ഇക്വാലന്റ് ആവുക? എയിലെ അംഗങ്ങളുടെ എണ്ണവും, എയിലെ അംഗങ്ങളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ n of a, അംഗങ്ങളുടെ എണ്ണത്തെ ബിയിലുള്ള അംഗങ്ങളുടെ എണ്ണം കൊണ്ട് ഈക്വൽ ആവുക. രണ്ടും ഈക്വൽ ആവുക. ഇപ്പൊ എയിലുള്ള അംഗങ്ങളുടെ എണ്ണവും ബിയിലെ അംഗങ്ങളുടെ എണ്ണവും തുല്യമായാൽ ഇതിനാണ് നമ്മൾ ഇക്വാലന്റ് സെറ്റ്സ് എന്ന് പറയുക. അപ്പോൾ ഫോർ എക്സാമ്പിൾ a = 1 2 3, 1 2 3. അപ്പൊ b = സെറ്റ് a, b, c എന്ന് ചോദിച്ചോളൂ.
ഇത് രണ്ടും ഈക്വൽ ആണ്. കാരണം n ഓഫ് എ ഈക്വൽ ടു 3 ആണ്, n ഓഫ് ബി ഈക്വൽ ടു ഈക്വൽ ആണ്. രണ്ട് സെറ്റുകളും ഈക്വൽ അല്ല, അംഗങ്ങളുടെ എണ്ണം ഈക്വൽ ആവുമ്പോൾ അതിനെ നമ്മൾ പറയുന്ന പേരാണ് എന്ത്? ഇക്വാലന്റ് സെറ്റ്സ്. ഇനി അംഗങ്ങളുടെ എണ്ണത്തെ പറയുന്ന പേര് കാർഡിനാലിറ്റി എന്നാണ്. എയിലുള്ള അംഗങ്ങളുടെ എണ്ണത്തെ പറയുന്ന പേര് കാർഡിനാലിറ്റി. അപ്പൊ എയുടെ കാർഡിനാലിറ്റി 3 ആണ്, ബിയുടെ കാർഡിനാലിറ്റിയും 3 ആണ്, അല്ലെങ്കിൽ കാർഡിനൽ നമ്പർ എന്നും പറയാം. അപ്പോൾ ഇതാണ് ഇക്വാലന്റ് സെറ്റ്സിന്റെ പ്രത്യേകത. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഈക്വൽ സെറ്റ്സ് ആണ്. ഈക്വൽ സെറ്റ്സ്, ഈക്വൽ സെറ്റ്സ്, ഈക്വൽ സെറ്റ്സ്. നോക്കൂ, ഈക്വൽ സെറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയിലെ എല്ലാ അംഗങ്ങളും എവിടെ വേണം? ബിയിൽ വേണം. ബിയിലെ എല്ലാ അംഗങ്ങളും എവിടെ വേണം? തിരിച്ച് എയിലും വേണം. ഇങ്ങനെ എയിലെ എല്ലാ അംഗങ്ങളും ബിയിലുണ്ടെങ്കിൽ, അതേപോലെ ബിയിലുള്ള എല്ലാ അംഗങ്ങളും എയിലുണ്ടെങ്കിൽ ദേ ആർ കാൾഡ് ഈക്വൽ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്കറിയാം എ ഈക്വൽ ടു 1 2 3 എന്ന് തിരിച്ചോളൂ. സിമ്പിൾ ആയിട്ടുള്ള എക്സാമ്പിൾ. അപ്പൊ നമ്മൾ പറയാണ് ബി ഈക്വൽ ടു സെറ്റ് 2 3 1. അപ്പൊ എന്താ സംഭവം? എയിലുള്ള എല്ലാ അംഗങ്ങളും ഇവിടെ ഉണ്ട്, ബിയിലുണ്ട്, ബിയിലെ എല്ലാ അംഗങ്ങളും എയിലുണ്ട്. ദെയർഫോർ ദേ ആർ ഈക്വൽ. ഇതാണ് ഈക്വൽ സെറ്റ്സിന്റെ ഡെഫിനിഷൻ. ഇനി നമുക്ക് അടുത്ത് പഠിക്കാനുള്ള എന്താ പറയുക? സബ്സെറ്റ് എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട കൺസെപ്റ്റ് ആണ് സബ്സെറ്റ്. സബ്സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇപ്പൊ ഞാനൊരു സെറ്റ്, ഒരു ഉദാഹരണം പറയാണ്. എ ഈക്വൽ ടു സെറ്റ് 1 2. ഈ സെറ്റിലെ അംഗങ്ങളെ ചേർത്ത് നിർമ്മിക്കാൻ കഴിയുന്ന എല്ലാ സെറ്റുകളെയും സബ്സെറ്റ് എന്നാണ് പറയാം. നിങ്ങൾ നോക്കൂ, ഇപ്പോ സെറ്റ് 1, സെറ്റ് 2, സെറ്റ് 1 2, ഇതാണ് ഈ അംഗങ്ങളെ ചേർത്ത് നിർമ്മിക്കാൻ കഴിയുന്ന സെറ്റുകൾ. അപ്പൊ ഈ 3 സെറ്റുകളും ഇതിന്റെ സബ്സെറ്റ് ആണ്. ഇനി നിങ്ങൾ മനസ്സിലാക്കുക, നൾ സെറ്റ് ഈസ് എ സബ്സെറ്റ് ഓഫ് എവറി സെറ്റ്. അപ്പോൾ നമുക്ക് ഇതിന്റെ കൂട്ടത്തിൽ ആര് കൂടി എഴുതാം? നൾ സെറ്റ് എന്ന് പറയുന്ന ഒരു സെറ്റും കൂടെ ഇതിന്റെ കൂട്ടത്തിലേക്ക് നമുക്ക് എഴുതാം. ഈ 4 സബ്സെറ്റുകളാണ് ഇതിനുള്ളത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കുക, ഏത് സബ്സെറ്റ് എഴുതാണെങ്കിലും ആ ഫുൾ സെറ്റ് അതിൽ വരും, നൾ സെറ്റ് അതിൽ വരും. ഫുൾ സെറ്റ് ഈസ് ദ സബ്സെറ്റ് ആൻഡ് നൾ സെറ്റ് ഈസ് ആൾസോ എ സബ്സെറ്റ് ഓഫ് എവറി സെറ്റ്. ഇനി നമുക്ക് മറ്റൊരു ഉദാഹരണം പറയാം. നോക്കൂ, അപ്പൊ നമ്മൾ ആദ്യം തന്നെ എ ഈക്വൽ ടു 1 2 3 എന്നെടുത്ത് തിരിച്ചു. ഈ സെറ്റിന്റെ സബ്സെറ്റുകൾ ഏതെല്ലാം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിലെ ഓരോ എലമെന്റുകൾ വീതം എത്ര എഴുതാൻ പറ്റും? സെറ്റ് 1, സെറ്റ് 2, സെറ്റ് 3. ഇനി സെറ്റ് 1, 2, സെറ്റ് 2, 3, സെറ്റ് 1, 3. ഇനി 3 വീതം സെറ്റ് 1, 2, 3, ദെൻ നൾ സെറ്റ്. ഇതാണ് 8 സെറ്റുകൾ ഉണ്ടായിരിക്കും അതിന്റെ സബ്സെറ്റുകളായിട്ട്. അപ്പോൾ ഓരോന്ന് വീതം 3, 2 വീതം 3, പിന്നെ 3 ഉള്ളത് ഒരു സെറ്റ്, നൾ സെറ്റ് 1. അങ്ങനെ ദർ ആർ 8 സബ്സെറ്റ്സ്. ഈ സെറ്റിന് 8 സബ്സെറ്റുകളുണ്ട്. ഇനി നിങ്ങൾ നോക്കുക, വളരെ ഈസി ആയിട്ട് ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. ഈ സെറ്റുകളുടെ സബ്സെറ്റുകളുടെ എണ്ണം ഇപ്പൊ 3, ഇത് പരിശോധിച്ച് ചോദിക്കാറുണ്ട് കേട്ടോ. ഈ ചോദ്യം എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പൊ നമ്മള് എ ഈക്വൽ ടു 1 2 3 ആണ് നമുക്ക് തന്ന സെറ്റ്. നമ്മൾ നേരത്തെ എഴുതിയല്ലോ. ഇതിന്റെ സബ്സെറ്റുകൾ വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ എന്ത് ചെയ്യുക? ഇതാ ഇങ്ങനെ ഒരു ട്രയാങ്കിൾ വരക്കുക. നമ്മൾ എക്സാമിനേഷനൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ആദ്യം നമ്മൾ ഇതിന് 1 കൊടുക്കുക, ഇതിന് 2 കൊടുക്കുക, ഇതിന് 3 കൊടുക്കുക. ഇനി നമ്മൾ സബ്സെറ്റുകൾ എഴുതാൻ പറഞ്ഞാൽ ആദ്യം തന്നെ ഒന്നാമത്തെ വെർട്ടെക്സ് സെറ്റ് ആക്കുക. ഫസ്റ്റ് വെർട്ടെക്സ് സെറ്റ്, അപ്പൊ സെറ്റ് 1. പിന്നെ സെക്കൻഡ് വെർട്ടെക്സ് സെറ്റ് 2, പിന്നെ തേർഡ് വെർട്ടെക്സ് സെറ്റ് 3. അപ്പോൾ 3 വെർട്ടെക്സും കഴിഞ്ഞു. ഇനി ഈ സൈഡ് ഏതൊക്കെയാണ്? 1ഉം 2ഉം ചേർന്ന സൈഡ് 1 2. പിന്നെ ഈ സൈഡ് 2ഉം 3ഉം ചേർന്നത്, അപ്പൊ 2 3. പിന്നെ ഈ സൈഡ് 1ഉം 3ഉം. പിന്നെ ഏതാണ് വരിക? പിന്നെ ഈ 3ഉം കൂടെ ചേർന്നത് ഫുള്ള്. ഇത് കഴിഞ്ഞല്ലോ, അപ്പൊ ഫുള്ള്. ആ ഏതാണ് ഫുള്ള്? 1 2 3. പിന്നെ ഏതാണ് ലാസ്റ്റ്? നൾ സെറ്റ്. ഇങ്ങനെ നമുക്ക് 3 എലമെന്റ് ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനെ എഴുതാൻ പറ്റും. ഇനിയിപ്പോ 4 എലമെന്റ്സ് ഉള്ള ഒരു സെറ്റിന്റെ സബ്സെറ്റ് ചെയ്തെന്ന് വിചാരിച്ചോളൂ. ഇപ്പൊ 4 എലമെന്റ്സ് ഉണ്ട്. ഇപ്പൊ സപ്പോസ് 1 2 3 4 എന്നീ 4 എലമെന്റ്സ് ഉള്ള സെറ്റ് ഉണ്ടെങ്കിൽ ഇതിന്റെ സബ്സെറ്റുകളുടെ എണ്ണം 16 ഉണ്ടാവും. 16 എണ്ണം ഉണ്ടാവും. അതിന്റെ ഫോർമുല നമ്മൾ വരുന്നുണ്ട്, ഞാനിത് പറഞ്ഞതിന് ശേഷം നമുക്ക് പറയാം. ഇപ്പോ ഇതില്
4 അംഗങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒരു റെക്റ്റാങ്കിളിന്റെ 4 വെർട്ടെക്സ് ആയിട്ട് എടുക്കുക. അപ്പോൾ ഉദാഹരണം പറയുന്നത് ഇത് 1, ഇത് 2, ഇത് 3, ഇത് 4, ഇങ്ങനെ 4 വെർട്ടിക്സുകളായിട്ട് ഒരു റെക്റ്റാങ്കിൾ വെർട്ടിക്സ് കൺസിഡർ ചെയ്യുക. ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് 4 വെർട്ടെക്സിനെയും നമ്മൾ എന്ത് ചെയ്യുന്നു, ഓരോ സെറ്റാക്കി എഴുതിയാൽ സെറ്റ് 1, പിന്നെ സെറ്റ് 2, സെറ്റ് 3, സെറ്റ് 4. അപ്പം 4 വെർട്ടിക്സ് ആയി. ഇത് രണ്ടും, മൂന്നാമത്തത്, നാലാമത്തെ. അപ്പം 4 സെറ്റുകളായി. ഇനി 2 എണ്ണം വീതം എഴുതാൻ ആദ്യം എന്ത് ചെയ്യുക, ഒന്നാമത്തെ സൈഡ് അപ്പോൾ 1, 2, പിന്നെ രണ്ടാമത്തെ സൈഡ് 2, 3, മൂന്നാമത്തെ സൈഡ് 3, 4, നാലാമത്തെ സൈഡ് 1, 4. ഇനി 2 ഡയഗണൽ വരയ്ക്കുക. ഇതാണ് അഞ്ചാമത്തത് 1, 3. ഇനി ആറാമത്തത് ഈ ഡയഗണൽ, അപ്പോൾ 2, 4. ഇപ്പോൾ 2 എലമെന്റ് ഉള്ള ഫുൾ സെറ്റ് ആയി. അപ്പോൾ 2 എലമെന്റിൽ 6 ഉണ്ടാവും. ഏതൊക്കെയാണ്? 4 സൈഡും 2 ഡയഗണലും. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 3 എന്നുള്ളത് എങ്ങനെ എഴുതുക? 3 എന്നുള്ളത് എഴുതാൻ ആദ്യം ഈ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുക. ഏത് ട്രയാങ്കിൾ? ഈ ഡയഗണൽ വരച്ചു കഴിഞ്ഞാൽ ഈ ഡയഗണൽ 2 ട്രയാങ്കിളായിട്ട് ഡിവൈഡ് ചെയ്യും. അത് ഏതൊക്കെ ട്രയാങ്കിൾ? 1, 2, 4. സെറ്റ് 1, 2, 4. പിന്നെ ഈ ഡയഗണലിൽ അടുത്ത ട്രയാങ്കിൾ ഏതാ? 2, 3, 4. അപ്പോൾ സെറ്റ് 2, 3, 4. ഇനി നമ്മൾ ഈ ഡയഗണൽ കൺസിഡർ ചെയ്യുക. ഏത്? ഈ ഡയഗണൽ കൺസിഡർ ചെയ്താൽ ഈ ട്രയാങ്കിൾ 1, 2, 3. പിന്നെ ഏതാണ് അടുത്ത കൺസിഡർ ഉള്ളത്? ഈ 1, 4, 3 കഴിഞ്ഞു. ഇപ്പൊ 3 എലമെന്റ്സ് ഉള്ള 4 കാരണം ഈ ഒരു ഡയഗണൽ ഉപയോഗിച്ച് 2 ട്രയാങ്കിൾ, അടുത്ത ഡയഗണൽ ഉപയോഗിച്ച് 2 ഡയഗണൽ, ടോട്ടൽ 4. ഇനി 4 കൂടെ ഒരുമിച്ച് എഴുതുക. അതായത് ഏതാണ്? സെറ്റ് 1, 2, 3, 4. പിന്നെ ലാസ്റ്റ് എന്ത് ചെയ്യണം? നൾ സെറ്റ് ഒരു സബ്സെറ്റ് ആണ്. അങ്ങനെ 16 സബ്സെറ്റുകൾ ഈ സെറ്റ് ഉണ്ടായിരിക്കും. ഇനി നമുക്ക് സബ്സെറ്റുകളുടെ എണ്ണം കണ്ടുപിടിക്കാനുള്ള ഒരു ഫോർമുല വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാം. നമ്മൾ പഠിച്ചു നൾ സെറ്റ് 5 ആണെങ്കിൽ അതിന് ഒരേ ഒരു സബ്സെറ്റ് മാത്രമേ ഉള്ളൂ. ഇറ്റ് ഈസ് ദ നൾ സെറ്റ് ഇറ്റ് സെൽഫ്. ഇനി ഒരു എലമെന്റ് ഉണ്ടെങ്കിൽ 2 സബ്സെറ്റുകൾ ഉണ്ടാവുക. 2 എലമെന്റ് ഉണ്ടെങ്കിൽ അതിന് 4 സബ്സെറ്റുകൾ ഉണ്ടായിരിക്കും. 3 എലമെന്റ് ഉണ്ടെങ്കിൽ 8 സബ്സെറ്റുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കി 2⁻0 = 1. അതാണ് നൾ സെറ്റ് 5യുടെ സബ്സെറ്റ്. ഒരു എലമെന്റ് ഉണ്ടാവുമ്പോൾ 2⁻1, 2 എലമെന്റ് ഉണ്ടാവുമ്പോൾ 2², 3 എലമെന്റ് ഉണ്ടാവും 2³ അങ്ങനെ n എലമെന്റ്സ് ഉണ്ടെങ്കിൽ എത്ര സബ്സെറ്റുകൾ ഉണ്ടായിരിക്കും? 2n സബ്സെറ്റുകൾ ഉണ്ടായിരിക്കും. അത് നമുക്ക് എന്ത് ചെയ്യാം? വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാം. നോക്കൂ, നൾ സെറ്റ് 5 ആണ്, അതിന്റെ സബ്സെറ്റും 5 ആണ്. നമ്പർ ഓഫ് സബ്സെറ്റ് 2⁻0 അഥവാ 1 ആണ്. ഒരു എലമെന്റ് ഉണ്ടെങ്കിൽ 2 സബ്സെറ്റുകൾ, സോ സബ്സെറ്റുകളുടെ എണ്ണം 2⁻1. 2 എലമെന്റ് ഉണ്ടെങ്കിൽ 4 സബ്സെറ്റുകൾ, നമ്പർ ഓഫ് സബ്സെറ്റ് 4 ആണ്, 2². 3 ഉണ്ടെങ്കിൽ സബ്സെറ്റുകളുടെ എണ്ണം 8 ആണ്, അപ്പൊ 2³ n അംഗങ്ങൾ ഉണ്ടെങ്കിൽ അതിന്റെ സബ്സെറ്റുകളുടെ എണ്ണം എന്തായിരിക്കും? 2n ആയിരിക്കും. ഇതാണ് നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ട ഒരു ഫോർമുല. ഇതൊരു ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ, 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് നിങ്ങൾ ബോർഡ് എക്സാമിനൊക്കെ ചോദിക്കാറുണ്ട്. ഇഫ് ദർ ആർ 4 എലമെന്റ്സ് ഇൻ എ സെറ്റ്, നമ്പർ ഓഫ് സബ്സെറ്റ് ഈക്വൽ ടു ഡാഷ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്താം? 2⁻4 = 16 എഴുതാം. ഏതായിരുന്നാലും 2n എന്നതാണ് അതിന്റെ ബേസിക്കൽ ആയിട്ടുള്ള റിസൾട്ട്. അപ്പോൾ n വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്പർ ഓഫ് സബ്സെറ്റ് എണ്ണം കിട്ടും. ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഇന്റർവെൽസിനെ കുറിച്ചാണ്. ഇന്റർവെൽസ് സാധാരണഗതിയിൽ 4 ടൈപ്പ് ഇന്റർവെൽ ആണ് നമ്മൾ ഡിഫൈൻ ചെയ്യാവുന്നത്. അതായത് ഇന്റർവെൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാക്കുക. അതൊരു സബ്സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് ആണ്. അപ്പൊ നമ്മൾ ആദ്യം തന്നെ റിയൽ നമ്പർ r എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് അതിനെ ഒരു ഇന്റർവെൽ ആക്കി എഴുതുമ്പോൾ ഓപ്പൺ ഇന്റർവെൽ -∞ +∞ എന്നാണ് എഴുതുക. അതായത് ഈ ഓപ്പൺ എന്ന് പറയാൻ കാരണം റിയൽ നമ്പേഴ്സിനെ നമ്മൾ നമ്പർ ലൈനിൽ ഇങ്ങനെ മിഡിൽ നമ്മൾ 0 ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. ഇങ്ങോട്ട് ഇൻഫിനിറ്റ്ലി മെനി എലമെന്റ്സ് ഉണ്ട്, ഇങ്ങോട്ടും ഇൻഫിനിറ്റ്ലി മെനി എലമെന്റ്സ് ഉണ്ട്. അങ്ങോട്ട് പോകുമ്പോൾ അത് പോസിറ്റീവ് ആയിരിക്കും, ഇങ്ങോട്ട് പോരുമ്പോൾ അത് നെഗറ്റീവ് ആയിരിക്കും. അതുകൊണ്ടാണ് +∞ ഇവിടെ എഴുതുന്നു, -∞ ഇങ്ങോട്ട് വരുന്നു. ഒരിക്കലും ഈ ബോക്സ്, ഈ ഒരു ബ്രാക്കറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഒരിക്കലും തന്നെ എന്ത് ചെയ്യില്ല, ഈ ഇൻഫിനിറ്റി എന്ന് പറയുന്ന എലമെന്റ് ഇതിൽ ഉണ്ടാവില്ല, -∞ ഉണ്ടാവില്ല. അതിൻ്റെ ഇടയിലുള്ള എല്ലാ റിയൽ നമ്പേഴ്സിനുമാണ് സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ ആദ്യം നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഒന്നാമത്തെ ഇന്റർവെൽ ഓപ്പൺ ഇന്റർവെൽ എന്നാണ്.
ഓപ്പൺ ഇന്റർവെൽ. എന്താണ് ഒരു ഓപ്പൺ ഇന്റർവെൽ എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുക. ഓപ്പൺ ഇന്റർവെല്ലിന് സാധാരണ നമ്മൾ ഇങ്ങനെയാണ് എഴുതാറുള്ളത്. ഇപ്പോൾ ഓപ്പൺ ഇന്റർവെൽ എ കോമ ബി ഇങ്ങനെയാണ് എഴുതാറുള്ളത്. മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ആശയം, എ ഈസ് ലെസ് ദാൻ ബി, ഇതാണ് ഇതിന്റെ കണ്ടീഷൻ കേട്ടോ. എപ്പോഴും നമ്മൾ എന്തായിരിക്കണം, ഒരു ഇന്റർവെൽ എഴുതുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ ചെറുതും റൈറ്റ് സൈഡിൽ വലുതുമാണ് എഴുതേണ്ടത്. അപ്പം എഴുതുമ്പോൾ ഓപ്പൺ ഇന്റർവെൽ 2, 4, അതേപോലെ ഓപ്പൺ ഇന്റർവെൽ 0, 5, ഓപ്പൺ ഇന്റർവെൽ -10, 0, ഇങ്ങനെ എല്ലാത്തിന്റെയും റൈറ്റ് സൈഡ് എന്തായിരിക്കണം, വലുതായിരിക്കണം. എന്നാൽ ഓപ്പൺ ഇന്റർവെൽ 1, 1 എന്ന് പറഞ്ഞാലോ ഇറ്റ് ഈസ് മീനിങ്ലെസ്. ആൻഡ് ഓപ്പൺ ഇന്റർവെൽ 2, 1 എന്നൊക്കെ പറഞ്ഞാലോ ഇതും മീനിങ്സ് ആണ്. കാരണം എന്താ, ഇവിടെ ലെഫ്റ്റും റൈറ്റും ഈക്വൽ ആകാനും പാടില്ല, ലെഫ്റ്റ് വലുതാവാനും പാടില്ല. എപ്പോഴും എന്തായിരിക്കണം, ലെഫ്റ്റ് ഈസ് ലോ, ചെറുതായിരിക്കണം. ഇതാണ് ഓപ്പൺ ഇന്റർവെലിന്റെ കണ്ടീഷൻ. ഇനി എന്താണ് ഓപ്പൺ ഇന്റർവെൽ നോക്കാം. ഞാൻ ഒരു ഉദാഹരണം പറയാം, ശ്രദ്ധിക്കുക. ഇപ്പൊ നമ്മൾ ഓപ്പൺ ഇന്റർവെൽ 1, 4 എന്ന് എഴുതി വെച്ചു. 1, 4 എന്താണ് ഇതിന്റെ മീനിങ്? റിയൽ നമ്പേഴ്സിൽ ഇതാണ് 1ന്റെ പൊസിഷൻ, ഇതാണ് 4ന്റെ പൊസിഷൻ. ഇത് നമ്പർ ലൈൻ ആണ്, ഇത് 4 ആണ്, ഇങ്ങോട്ടും പോകുന്നുണ്ട്, ഇത് 1 ആണ്. ഇനി എന്താണ് ഓപ്പൺ ഇന്റർവെൽ 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കുക. ഈ 1ന്റെയും 4ന്റെയും ഇടയിലുള്ള, ഈ 1ന്റെയും 4ന്റെയും ഇടയിലുള്ള എല്ലാ റിയൽ നമ്പേഴ്സും നമ്മൾ മനസ്സിലാക്കരുത് 2ഉം 3ഉം മാത്രമല്ല കേട്ടോ, ഇതിന്റെ ഇൻഡിജേഴ്സ് മാത്രമല്ല, 1ന്റെയും 4ന്റെയും ഇടയിലുള്ള എല്ലാ റിയൽ നമ്പേഴ്സിനെയും പറയുന്ന പേരാണ് എന്ത്, ഓപ്പൺ ഇന്റർവെൽ 1, 4 എന്ന്. അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്താണ്? 1 ഈസ് നോട്ട് എ മെമ്പർ ഓഫ് ഓപ്പൺ ഇന്റർവെൽ 1, 4. അതേപോലെ 4 ഈസ് നോട്ട് എ മെമ്പർ ഓഫ് ഓപ്പൺ ഇന്റർവെൽ 1, 4. ഓപ്പൺ ഇന്റർവെല്ലിൽ ഒരിക്കലും 2 എൻഡുകൾ അതിൽ ഉണ്ടാവുകയില്ല. ഇതാണ് നമ്മൾ മനസ്സിലാക്കുക. ഇനി ഓപ്പൺ ഇന്റർവെൽ എ ബിക്ക് നമ്മൾ സെറ്റ് ബിൽഡർ ഫോം എഴുതിയാലോ, ഓപ്പൺ ഇന്റർവെൽ എ ബി ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ബി. ഇങ്ങനെ എഴുതും. എ കോമ ബി ബിലോങ്സ് ടു ആർ. എ കോമ ബി ബിലോങ്സ് ടു ആർ. എയും ബിയും റിയൽ നമ്പേഴ്സ് ആയാൽ എ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ബി. ഇതാണ് ഇതിന്റെ സെറ്റ് ബിൽഡർ ഫോം. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇങ്ങനെ തന്നിട്ട് സെറ്റ് ബിൽഡർ ഫോമിൽ എഴുതാൻ പറയാറുണ്ട്. ഇപ്പോൾ ഓപ്പൺ ഇന്റർവെൽ 1, 3 എന്ന് എഴുതുമ്പോൾ നമ്മൾ എന്താ എഴുതുക? 1, 3 സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് 1 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 3 കോമ എക്സ് ബിലോങ്സ് ടു ആർ. ഇവിടെ എക്സ്, ഇവിടുത്തെ ഈ എക്സ് ആണ് എന്ത്, എക്സ് എന്താണ്, ഇവിടെ എ കോമ ബി ബിലോങ്സ് ടു ആർ എന്നതുപോലെ നമുക്ക് എന്ത് എഴുതാം, എക്സ് ബിലോങ്സ് ടു ആർ എന്ന് എഴുതാം. അപ്പോൾ എക്സ് ബിലോങ്സ് ടു ആർ എന്ന് ഏറ്റവും നല്ലത് നമുക്കിപ്പോൾ ഇവിടെ എക്സ് ബിലോങ്സ് ടു ആർ എന്ന് എഴുതിയാൽ ഒന്നും കൂടെ എന്തായി, ഒന്നും കൂടി ക്ലിയർ ആയി. കാരണം ഇതിലുള്ള എക്സ് ആണല്ലോ, എന്റെ ബിന്റെ ഇടയിലുള്ള എക്സ് ബിലോങ്സ് ടു ആർ എന്ന് എഴുതിയാൽ നമുക്കിതാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഓപ്പൺ ഇന്റർവെൽ ആയിട്ട് നമുക്ക് സൂചിപ്പിക്കാനുള്ളത്. ഇനി അടുത്ത ഇന്റർവെൽ ഏതാണ്? രണ്ടാമത്തെ ഇന്റർവെൽ ആണ് എന്ത്, ക്ലോസ്ഡ് ഇന്റർവെൽ. ക്ലോസ്ഡ് ഇന്റർവെൽ, ക്ലോസ്ഡ് ഇന്റർവെൽ. ഈ ക്ലോസ്ഡ് ഇന്റർവെൽ നമുക്ക് സാധാരണഗതിയിൽ എഴുതാറുള്ളത് ക്ലോസ്ഡ് ഇന്റർവെൽ എ കോമ ബി എന്നിങ്ങനെ എഴുതാറുള്ളത്. ശ്രദ്ധിക്കുക, ഈ ബോക്സിനെയാണ് നമ്മൾ ക്ലോസ്ഡ് ഇന്റർവെൽ ആയിട്ട് റെപ്രസെന്റ് ചെയ്യുക. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട എന്താണ്, എയും ബിയും റിയൽ നമ്പേഴ്സ് ആണ്. എ ചെറുതാണ്, അതിൽ മാറ്റില്ല. എയും ബിയിലും എ ചെറുതായിരിക്കണം. ഇനി ഇതാണ് എ എന്ന് വിചാരിച്ചോളൂ, ഇതാണ് ബി. അപ്പോൾ എയും ബിയും ഉൾപ്പെടെ, നേരത്തെ എ ഉണ്ടാവില്ല ബി ഉണ്ടാവില്ല ഓപ്പണില്, ഇത് ഉൾപ്പെടെയുള്ള റിയൽ നമ്പേഴ്സ്. ഇതാണ് ദ സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് ഫ്രം എ ടു ബി ഇൻക്ലൂഡിങ് എ ആൻഡ് ബി. എയും ബിയും ഉൾപ്പെടുന്ന എയുടെയും ബിയുടെയും ഇടയിലുള്ള എല്ലാ റിയൽ നമ്പേഴ്സിനെയും പറയുന്ന പേരാണെന്ത്, ക്ലോസ്ഡ് ഇന്റർവെൽ എ ബി. അപ്പൊ നമുക്ക് ഇതിനെ ക്ലോസ്ഡ് ഇന്റർവെൽ എ കോമ ബിനെ സെറ്റ് ബിൽഡർ ഫോമിൽ എഴുതി എന്താ എഴുതുക, സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി എക്സ് ബിലോങ്സ് ടു ആർ. സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് ആണ്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതി. ഓക്കെ, ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട എന്താണ്, ക്ലോസ്ഡ് ആണെങ്കിൽ ഇവിടെ നിന്നുണ്ടാവും ഒരു ഈക്വൽ ടു ഉണ്ടാവും, ഇവിടെയും അതേപോലെ ഈക്വൽ ടു ഉണ്ടാവും. ഇതാണ് ക്ലോസ്ഡിന്റെ പ്രത്യേകത. ഇനി നമുക്ക് അടുത്ത മൂന്നാമത്തെ ഇന്റർവെല് ഓപ്പൺ ക്ലോസ്ഡ് ആണ്. ഓപ്പൺ ക്ലോസ്ഡ് എന്താ ഓപ്പൺ ക്ലോസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെഫ്റ്റ് ഈസ് ഓപ്പൺ ആൻഡ് റൈറ്റ് ഈസ് ക്ലോസ്ഡ്. അപ്പൊ നമുക്ക് ഇതിനെ സിമ്പിൾ ഉപയോഗിച്ച് എങ്ങനെ എഴുതാം, ലെഫ്റ്റ് ഓപ്പൺ ആണ് റൈറ്റ് ക്ലോസ് ആണ്, ഇങ്ങനെയാണ് ഇത് വരിക.
അപ്പൊ ഇതിനെ വിച്ച് ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് ചെയ്താ ഓപ്പൺ ക്ലോസ് ഇന്റർവെൽ എ ബി ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി എക്സ് ബിലോങ്സ് ടു ആർ. ഇവിടെ എന്താണ് പ്രത്യേകത? ബി ഈ സെറ്റിൽ ഉണ്ടാവും, പക്ഷെ എ എന്തുണ്ടാവില്ല, ഉണ്ടാവില്ല. അപ്പൊ എ ഇല്ല എന്ന് കാണിക്കാൻ ഇവിടെ എന്തില്ല, ഈക്വൽ ഇല്ല. ബി ഉണ്ടെന്ന് കാണിക്കാനാണ് ഇവിടെ ഈക്വൽ. നമുക്ക് ഒരു ഫിഗർ ഔട്ട് ചെയ്യുകയാണെങ്കിൽ നോക്കൂ, ഇതാണ് എ, ഇതാണ് ബി, ഇത് ബി നിൽക്കുന്നു, ഇത് എ നിൽക്കുന്നു. റിയൽ നമ്പറിൽ 2 പോയിന്റ് ആണെന്ന് വിചാരിക്കുക. അപ്പൊ എ ഉണ്ടാവില്ല, അപ്പൊ ഇങ്ങനെ വരിക, എ ഉണ്ടാവില്ല. ബാക്കി എല്ലാ റിയൽ നമ്പേഴ്സും ഇവിടെ ഉള്ള എല്ലാ റിയൽ നമ്പേഴ്സും ഇൻക്ലൂഡിങ് ബി, ബി ഉണ്ടാവും, ബി ഉണ്ടാവും, എ ഉണ്ടാവില്ല. ഇതിനെ നമ്മൾ എന്ത് പറയാ? ഓപ്പൺ ക്ലോസ്ഡ് ഇന്റർവെൽ എന്ന് പറയാം. ഈ ഇന്റർവെൽസ് നിങ്ങൾക്ക് എവിടെ ഉപയോഗപ്പെടുന്നത് വെച്ചാൽ ലീനിയർ ഇനീക്വാളിറ്റീസ് എന്നുള്ള ചാപ്റ്റർ പഠിക്കാനുണ്ട്. അത് പഠിക്കുന്ന സമയത്ത് ഈ ഇന്റർവെൽസ് നമുക്ക് കൂടുതലായിട്ടും അവിടെ ആവശ്യം വരും. അപ്പോൾ നല്ലതുപോലെ മനസ്സിലാക്കുക. ഇനി നമുക്ക് ലാസ്റ്റ് നമ്മൾ പറഞ്ഞ ഇന്റർവെൽ ഏതാണ്? ക്ലോസ്ഡ് ഓപ്പൺ. ക്ലോസ്ഡ് ഓപ്പൺ ഏതായി? ക്ലോസ്ഡ് ഓപ്പൺ എന്ന് പറഞ്ഞാല് ലെഫ്റ്റ് ക്ലോസ് ആയിരിക്കും, റൈറ്റ് ഓപ്പൺ. നേരത്തെ പറഞ്ഞതിന് നേരെ റിവേഴ്സ്. ലെഫ്റ്റ് ക്ലോസ് ആയിരിക്കും, റൈറ്റ് ഓപ്പൺ ആയിരിക്കും. അപ്പോൾ ഇതിന്റെ പ്രത്യേകത എന്താണ്? നോക്കൂ, ഇപ്പൊ നമ്മള് റിയൽ നമ്പേഴ്സ് ആണ്, 2 റിയൽ നമ്പേഴ്സ് ആണ്, എയും ബിയും. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ഇവിടെ എ ഇൻക്ലൂഡിങ്, ബി ഇൻക്ലൂഡ് ഉണ്ടാവില്ല, ബി ഉണ്ടാവില്ല. എ ഉൾപ്പെടെ എയും എക്ക് മുകളിലും ബിക്ക് താഴെ ബി ഉണ്ടാവില്ല. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്ലോസ്ഡ് ഓപ്പൺ എന്ന് പറയാം. അപ്പൊ നമുക്ക് ഈ ക്ലോസ്ഡ് ഓപ്പൺ എ കോമ ബി എന്നതിനെ നമുക്ക് എങ്ങനെ സെറ്റ് ബിൽഡർ ഫോമിൽ എഴുതാം? സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ബി കോമ എക്സ് ബിലോങ്സ് ടു ആർ എന്നാണ് ഇതിന്റെ സെറ്റ് ബിൽഡർ ഫോം എഴുതുക. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ലെഫ്റ്റ് ഉൾപ്പെടും ആ സെറ്റിൽ, പക്ഷെ റൈറ്റ് ഉൾപ്പെടില്ല. ഇങ്ങനെ 4 ഇന്റർവെൽസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ പറഞ്ഞു, ഈ 4 ഇന്റർവെൽസിനെ നമുക്ക് തന്നിട്ട് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് അതിന്റെ സെറ്റ് ബിൽഡർ ഫോം എഴുതാൻ ചോദിക്കും. ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറയാം അവിടെ. ഇപ്പോൾ ഫസ്റ്റ് ഓപ്പൺ ഇന്റർവെൽ 1 3 എന്ന് ചോദിച്ചു. അതേപോലെ ക്ലോസ്ഡ് ഇന്റർവെൽ -10 0 എന്ന് ചോദിച്ചു. അതേപോലെ ക്ലോസ്ഡ് 0 ഓപ്പൺ 5 എന്ന് ചോദിച്ചു. ഓപ്പൺ -2 ക്ലോസ്ഡ് 10 എന്ന് ചോദിച്ചിരിച്ചു. ഇപ്പൊ ഇത് നമ്മൾ എന്താ എഴുതുക? ഇതിന്റെ സെറ്റ് ബിൽഡർ ഫോം ആണ് എന്ത്? സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് 1 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 3 എക്സ് ബിലോങ്സ് ടു ആർ. റിയൽ നമ്പേഴ്സ് ആണ്. ആ എക്സ് ബിലോങ്സ് ടു ആർ എന്ന് എഴുതാൻ മറക്കരുത്. കാരണം 1ന്റെയും 3ന്റെയും ഇടയിലുള്ള എല്ലാ റിയൽ നമ്പേഴ്സും, എല്ലാ നാച്ചുറൽ നമ്പർ അല്ല, എല്ലാ ഇൻഡിജേഴ്സ് അല്ല, എല്ലാ റിയൽ നമ്പേഴ്സുമാണ് അവിടെ ഉത്തരമായിട്ട് എഴുതേണ്ടത്. ഇത് നമ്മൾ എങ്ങനെ എഴുതുക? ക്ലോസ്ഡ് ആവുമ്പോൾ സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് -10 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ 0 എക്സ് ബിലോങ്സ് ടു ആർ എന്നാണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരിക. ഇനി മൂന്നാമത്തെ ആൻസർ എന്താ വരിക? സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ 5 എക്സ് ബിലോങ്സ് ടു ആർ. ഇവിടെ 0 ഉൾപ്പെടും, പക്ഷെ ആരും ഉൾപ്പെടില്ല, 5 ഉൾപ്പെടില്ല. അതുകൊണ്ടാണ് 0ക്ക് താഴെ ഈ ഇൻഫിനിറ്റ് ലിമിറ്റിന്റെ താഴെ നോക്കുക, 0 ലെസ് ദാൻ അതിന്റെ താഴെ ഈക്വൽ ടു ഇടാൻ കാരണം 0 ഉൾപ്പെടും, പക്ഷെ 5 ഉൾപ്പെടില്ല. ഇവിടെ അതേപോലെ എന്താണ് നമ്മൾ എഴുതുക? സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് -2 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 എക്സ് ബിലോങ്സ് ടു ആർ. അപ്പൊ പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ഇങ്ങനെ ഇന്റർവെൽസ് തന്നിട്ട് ഈ രൂപത്തിലേക്ക് എഴുതാൻ പറയും. ഇനി ഇതേ രൂപത്തിൽ തന്നിട്ട് തിരിച്ച് ഇങ്ങനെയും എഴുതാൻ പറയാറുണ്ട്. അപ്പൊ നിങ്ങളിത് പ്രത്യേകം ശ്രദ്ധിക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആവശ്യമുള്ള ഒരു സംഗതിയാണ് നമ്മളിപ്പോൾ പഠിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് അടുത്തതായി ഡിസ്കസ് ചെയ്യാനുള്ളത് യൂണിവേഴ്സൽ സെറ്റ് എന്ന കൺസെപ്റ്റാണ്. യൂണിവേഴ്സൽ സെറ്റ് എന്താണ്? ഒരു യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയുന്നത് നമ്മൾ കൺസിഡർ ചെയ്യുന്ന, ഇപ്പൊ നമ്മളൊരു പ്രോബ്ലത്തിന് വേണ്ടി നമ്മൾ കൺസിഡർ ചെയ്യുന്ന 2 അതിലധികമോ സെറ്റുകളുടെ എല്ലാം മേലെ വരുന്ന അഥവാ ആ 2 സെറ്റുകളും ഉൾക്കൊള്ളുന്ന ഒരു വലിയ സെറ്റ് ഉണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയാം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ എ എന്ന് പറയുന്ന സെറ്റ് എന്ത് ചെയ്തു? 1 2 3 എടുത്തു. ബി ഈക്വൽ ടു ഞാൻ 3 4 5 എടുത്തു. ഇനി ഞാൻ യൂണിവേഴ്സൽ സെറ്റ് യു ഈക്വൽ ടു 1 2 3
എക്സെട്രാ അപ് ടു 10 എടുത്ത് തിരിച്ചോളൂ. അപ്പോൾ ഈ 1 2 3 ഉൾക്കൊള്ളുന്ന 3 4 5നെയും ഉൾക്കൊള്ളുന്ന വലിയൊരു സെറ്റാണ് ഞാൻ എഴുതിയ യു. യൂണിവേഴ്സൽ സെറ്റ് എപ്പോഴും യു കൊണ്ടാണ് റെപ്രസെന്റ് ചെയ്യാറുള്ളത് കേട്ടോ. നിങ്ങൾ ശ്രദ്ധിക്കുക, ക്യാപിറ്റൽ യു കൊണ്ട്. അപ്പൊ ഈ യു എന്ന സെറ്റ് എനെ ഉൾക്കൊള്ളുന്നു, ബിനെയും ഉൾക്കൊള്ളുന്നു. Therefore it is considered as the universal set. ഇനി ഈ എയും ബിയും ഉൾക്കൊള്ളുന്ന വേറെ വലിയ സെറ്റുകൾ ഇതിൽ കൂടെ എഴുതാം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് രണ്ട് സെറ്റുകൾക്ക് ഒന്നിലധികം യൂണിവേഴ്സൽ സെറ്റ് ഉണ്ടാവാം. ഇനിയിപ്പോ നമ്മൾ വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറഞ്ഞു വെച്ചോളൂ. ഇപ്പൊ നമ്മൾ ഇന്ത്യ ഒരു കൺട്രി, അതേപോലെ എ ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ പീപ്പിൾ ഇൻ ഇന്ത്യ, ബി ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ പീപ്പിൾ ഇൻ ശ്രീലങ്ക, സി ഈക്വൽ ടു എ സെറ്റ് ഓഫ് ഓൾ പീപ്പിൾ ഇൻ ബംഗ്ലാദേശ് എന്ന് വിചാരിച്ചോളൂ. ഇത് മൂന്ന് സെറ്റാണ് ഇരിക്കുക. എ എന്ന സെറ്റിൽ ഇന്ത്യയുടെ ആളുകൾ, ബി ശ്രീലങ്കയിലെ ആളുകൾ, സി ബംഗ്ലാദേശിലെ ആളുകൾ. ഇപ്പൊ നമ്മൾ വലിയൊരു സെറ്റ് എടുക്കുകയാണ്. ഏഷ്യയിലെ മൊത്തം ജനസംഖ്യ എടുത്തിട്ട് അത് നമുക്ക് എന്ത് ചെയ്യാം? ഇറ്റ് ഈസ് കൺസിഡർഡ് ആസ് ദ യൂണിവേഴ്സൽ സെറ്റ് ഓഫ് ദിസ് എ, ബി ആൻഡ് സി. കാരണം ഇന്ത്യയിലെ ജനങ്ങളും ശ്രീലങ്കയിലെ ജനങ്ങളും ബംഗ്ലാദേശിലെ ജനങ്ങളും ആരെ ഉൾക്കൊള്ളുന്നുണ്ട്? ഈ ഏഷ്യയിലെ മൊത്തം ജനസംഖ്യയിൽ ഉൾക്കൊള്ളുന്നുണ്ട്. അതിനാൽ തന്നെ ഇറ്റ് ഈസ് കൺസിഡർഡ് ആസ് ദ യൂണിവേഴ്സൽ സെറ്റ്. ഇതാണ് യൂണിവേഴ്സൽ സെറ്റിന്റെ കൺസെപ്റ്റ്. ഇനി അടുത്തതായി നമുക്ക് വെൻ ഡയഗ്രാം, VENN, വെൻ ഡയഗ്രാം. ഇനി നമ്മൾ പഠിക്കേണ്ട മറ്റൊരു കൺസെപ്റ്റ് ആണ് വെൻ ഡയഗ്രാം. വെൻ ഡയഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻ ഓഫ് സെറ്റ്സ്, അഥവാ പിക്ചർ ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യുക? നമ്മൾ സെറ്റുകളെ റെപ്രസെന്റ് ചെയ്യുക. ആദ്യമായി മനസ്സിലാക്കാനുള്ളത്, റെക്ടാംഗിൾ ഉപയോഗിച്ചിട്ടാണ് ആരെ റെപ്രസെന്റ് ചെയ്യുന്നത്? യൂണിവേഴ്സൽ സെറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ എ റെക്ടാംഗിൾ. ഇനി നോർമലി സർക്കിൾ ഉപയോഗിച്ചിട്ടാണ് സാധാരണ എ ബി സി എന്നൊക്കെ സെറ്റുകൾ നമ്മൾ റെപ്രസെന്റ് ചെയ്യാറുള്ളത്. എന്നാൽ എല്ലിപ്സ് ഉപയോഗിക്കാം, അതേപോലെ ട്രയാങ്കിൾസും ഉപയോഗിച്ച് കാണുന്നുണ്ട്. നോർമലി നമ്മൾ സർക്കിളായിട്ടാണ് നമ്മൾ ഉപയോഗിക്കാറുള്ളത്. ഇനി എങ്ങനെയാണ് സെറ്റുകളെ വെൻ ഡയഗ്രത്തിൽ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നതെന്ന് നമുക്കൊരു എക്സാമ്പിൾ വഴി നോക്കാം. അപ്പൊ യു ഈക്വൽ ടു 1 2 3 എക്സെട്രാ അപ് ടു 10 നമ്പർ തന്നു വിചാരിച്ചോളൂ. എ ഈക്വൽ ടു 1 2 3 4, ബി ഈക്വൽ ടു 3 4 5 6, സി ഈക്വൽ ടു 4 5 6 7. ഇതാണ് മൂന്ന് സെറ്റുകൾ. ഈ 4 സെറ്റുകളെയും നമ്മൾ പിക്ചറായിട്ട് അഥവാ വെൻ ഡയഗ്രത്തിൽ റെപ്രസെന്റ് ചെയ്യണം എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് അതിന് വരക്കുക? ആദ്യമായി നമ്മൾ വരക്കേണ്ടത് യൂണിവേഴ്സൽ സെറ്റാണ്. അപ്പൊ ഏതൊരു സെറ്റിന്റെയും വെൻ ഡയഗ്രം വരക്കുമ്പോൾ ഫസ്റ്റ് നമ്മൾ യൂണിവേഴ്സൽ സെറ്റ് നമ്മൾ വരക്കണം. ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ ക്യാപിറ്റൽ യു. ഇവിടെ യു ഇവിടെ വരക്കുമ്പോൾ ഈ റെക്ടാംഗിളിനാണ് നമ്മൾ സാധാരണ യു ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഇനി 3 സെറ്റുകളുണ്ട്. ഈ 3 സെറ്റുകളെയും പ്രത്യേകം എന്താണ്? ഇത് മൂന്നിനും കോമൺ ആയിട്ട് അംഗങ്ങൾ ഉണ്ടോ നോക്കണം. മൂന്നിനും കോമൺ ആയിട്ട് പാരുള്ളത് 4 എന്ന എലമെന്റ് മൂന്നിനും കോമൺ ആണ്. അപ്പൊ മൂന്നിനും കോമൺ ആയിട്ട് 4 എന്നുള്ള ഒരു എലമെന്റ് ഉള്ളത് കൊണ്ട് നമ്മൾ സർക്കിളിൽ വട്ടം വരക്കുമ്പോൾ മൂന്നിനും കോമൺ ആയിട്ട് വട്ടം വരക്കണം. ഇങ്ങനെ രണ്ടാമത്തെ സെറ്റ്, മൂന്നാമത്തെ സെറ്റ്. ദിസ് ഈസ് എ, ദിസ് ഈസ് ബി ആൻഡ് ദിസ് ഈസ് സി. ഇനി മൂന്നിലും ഉൾക്കൊള്ളുന്ന എലമെന്റ് ആരാണ്? 4 ആണ്. അപ്പൊ ഈ 4 ആണ് നമ്മളിവിടെ വരക്കേണ്ടത്. ഇനി നോക്കൂ, എയിലും ബിയിലും കോമൺ ആയിട്ട് ആരാളുള്ളത്? എയിലും ബിയിലും ഫസ്റ്റ് 4 ഉണ്ട്, പിന്നെ എയിലും ബിയിലും കോമൺ ആയിട്ടുള്ള ആരാണ്? 3 ആണ്. അപ്പൊ നമ്മൾ എയിലും ബിയിലും കോമൺ ആയിട്ട് 3 ഇനി ഇവിടെ വെക്കുക. ഇനി ബിയിലും സിയിലും കോമൺ ആയിട്ട് ആരാളുള്ളത്? ബിയിലും സിയിലും ഇവിടെ ബിയിലും സിയിലും കോമൺ ആയിട്ട് 5 6 ഉണ്ട് അല്ലെ? 5 6 ബിയിലും സിയിലും കോമൺ ആണ്. അപ്പൊ ഈ ബിയിലും സിയിലും കോമൺ ആയിട്ട് 5 6 ഉണ്ട്. അപ്പൊ ബിയും സിന്റെയും കോമൺ ആയിട്ടുള്ളത് 5 6 ഇവിടെ നമ്മൾ മാർക്ക് ചെയ്യാം. ഇനി എയിലും സിയിലും കോമൺ ആയിട്ട് ആരാ ബാക്കിയുള്ളത്? എയിലും സിയിലും കോമൺ ആയിട്ട് നിലവിൽ എയിലും ബിയിലും സിയിലും കോമൺ ആയിട്ടുള്ള 4 മാത്രമേ എക്കും സിക്കും ബാധകമായിട്ടുള്ളൂ അല്ലെ? അപ്പോൾ അത് നമ്മൾ ആൾറെഡി നോട്ട് ചെയ്തിട്ടുണ്ട്. ഇനി എയിൽ ബാക്കി വരുന്ന എലമെന്റ് ആരാ? 1. അപ്പോ 2. അപ്പൊ എന്തായി? 1 2 3 4 എ കംപ്ലീറ്റ് ആയി. ഇനി ബി നോക്കൂ, 3 4 5 6. അപ്പൊ 3 4 5 6 ഇവിടെ അടിച്ചു. ഇനി സിയിൽ ആരാണ് ബാക്കിയുള്ളത്? 4 5 6 ഇവിടെ ഉണ്ട്. ഇനി ഒരു എലമെന്റ് 7 ആണുള്ളത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? മൊത്തത്തിൽ എയും ബിയും സിയും കംപ്ലീറ്റ് ആയി. ഇനി എയും ബിയും സിയും ഒഴികെ ബാക്കിയുള്ള എലമെന്റുകൾ ഇവിടെ ഉള്ളത് 8
9 നമുക്ക് എവിടെയെങ്കിലുമൊക്കെ മാർക്ക് ചെയ്യാം. ഏതാ ഈ സർക്കിളിന്റെ പുറത്തായിട്ട് ഇവിടെ മാർക്ക് ചെയ്താലും കുഴപ്പമില്ല. ഇപ്പൊ എന്തായി? ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ 3 വട്ടം പുറത്തേക്ക് എടുത്താൽ, ഈ 3 വട്ടം എടുത്തു കഴിഞ്ഞാൽ ഈ യു എന്ന സെറ്റിനുള്ളിൽ 1 2 3 4 5 6 7 8 9 10 ഫുൾ എലമെന്റും ആ യുവിലുണ്ടാവും. അതാണ് യു. ഇനി എന്റെ വട്ടം മാത്രം നോക്കൂ. എക്ക് മാത്രം നോക്കിക്കഴിഞ്ഞാൽ 1 2 3 4. ബിന്റെ ഉള്ളിലേക്ക് മാത്രം നോക്കിക്കഴിഞ്ഞാൽ 3 4 5 6. സിയുടെ ഉള്ളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ 4 5 6 7. അപ്പോൾ ഈ 4 സെറ്റായി. ഇങ്ങനെയാണ് സാധാരണഗതിയിൽ നമ്മൾ വെൻ ഡയഗ്രത്തിൽ നമ്പറുകളെ റെപ്രസെന്റ് ചെയ്യുന്നത്. സെറ്റുകളായി നമ്മൾ മാർക്ക് ചെയ്യുന്നു. ഇനി മറ്റൊരു ഉദാഹരണം നോക്കാം. നോക്കൂ, ഇപ്പോ യു ഈക്വൽ ടു 1 2 3 അങ്ങനെ 10 വരെ തന്നെ വിചാരിച്ചോളൂ. എ ഈക്വൽ ടു 1 2 3, ബി ഈക്വൽ ടു 4 5 6. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ എയിലും ബിയിലും കോമൺ ആയിട്ട് ആരും ഇല്ല. അതിനാൽ തന്നെ നമ്മൾ ഈ രണ്ട് സെറ്റുകളെ യൂണിവേഴ്സൽ സെറ്റ് ഉൾപ്പെടെ നമ്മൾ എന്ത് ചെയ്യുന്നു, വെൻ ഡയഗ്രത്തിൽ വരക്കാൻ കേൾക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം തന്നെ ഈ എ എന്ന സെറ്റ് ബി എന്ന സെറ്റും രണ്ടായിട്ട് വരക്കണം. കാരണം കോമൺ ആയിട്ട് ആരുമില്ല. എയിൽ ആരൊക്കെ ഉള്ളത്? 1 2 3. അതുപോലെ ബിയിൽ ആരൊക്കെ ഉള്ളത്? 4 5 6. ഇനി 7 8 9 10 നമുക്ക് ഇഷ്ടമുള്ളടത്ത് എഴുതാം, കുഴപ്പമില്ല. എക്കും ബിക്കും പുറത്തായിട്ട് എവിടെ എഴുതിയാലും മതി. ഇതാണ് എ, ഇതാണ് ബി, ഇതാണ്. അപ്പോൾ ആ എയും ബിയും വട്ടം ഒഴിവാക്കി കഴിഞ്ഞാൽ മൊത്തത്തിലുള്ള 10 എലമെന്റ്സ് എന്ത് ചെയ്തു? യുയിൽ വന്നു. എയിൽ 1 2 3 വന്നു, ബിയിൽ 4 5 6 വന്നു. ഇതാണ് അതിന്റെ വെൻ ഡയഗ്രാം. ഇനി നമുക്ക് മൂന്നാമതൊരു വെൻ ഡയഗ്രാം വരക്കാം. ആ വെൻ ഡയഗ്രത്തിന്റെ പ്രത്യേകത നോക്കൂ. യു ഈക്വൽ ടു 1 2 3 അപ് ടു 10. ഇതാണ് യു. എ ഈക്വൽ ടു സെറ്റ് 1 2 3, ബി ഈക്വൽ ടു സെറ്റ് 1 2 3 4 5. ഇപ്പൊ ഇതിന്നൊരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായി. എ ഈസ് ദ സബ്സെറ്റ് ഓഫ് ബി. കാരണം എന്താണ്? എയിലെ എല്ലാ അംഗങ്ങളും ബിയിലുണ്ട്. അതാണ് സബ്സെറ്റ് പറഞ്ഞത്. എ ഈസ് എ സബ്സെറ്റ് ഓഫ് ബി. ഇങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ഫിഗർ എങ്ങനെ വരക്കുക? നമ്മൾ ആദ്യം തന്നെ യൂണിവേഴ്സൽ സെറ്റ് വരക്കുന്നു. ഇതാണ് യൂണിവേഴ്സൽ സെറ്റ് യു. ഇനി ആദ്യം നമ്മൾ വരക്കേണ്ടത് വലിയ സെറ്റാണ്. അതാണ് വലിയ സെറ്റ് ബി എന്ന സെറ്റാണ്. അതിന്റെ ഉള്ളിലാണ് ആര് വരക്കേണ്ടത്? എ വരക്കേണ്ടത്. കാരണം എ ഈസ് എ സബ്സെറ്റ് ഓഫ് ബി. ഇനി എയുടെ എലിമെന്റ് ആരൊക്കെ? 1 2 3. ഇനി ബിയിലെ എലിമെന്റ്, ബാക്കിയുള്ള എലിമെന്റ് ആരാണ്? 4 5. അത് ബിയുടെ ഉള്ളിൽ എവിടെയെങ്കിലും എഴുതുക, എക്ക് പുറത്തായിട്ട്. ഇപ്പൊ നിങ്ങൾ നോക്കൂ, ഒന്നാമത്തെ വട്ടത്തിനുള്ളിൽ 1 2 3. രണ്ടാമത്തെ വട്ടം ഈ ഒന്നാമത്തെ വട്ടം എടുത്തു കഴിഞ്ഞാൽ 1 2 3 4 5. ഇനി 6 7 8 9 10 എന്നീ എലമെന്റുകൾ നമുക്ക് ഈ ബിക്ക് പുറത്ത് ഈ യുവിന്റെ ഉള്ളിലായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? മാർക്ക് ചെയ്യാം. ഇങ്ങനെയാണ് നമ്മൾ വെൻ ഡയഗ്രത്തിൽ നമ്പറുകളെ റെപ്രസെന്റ് ചെയ്യാറുള്ളത്, അഥവാ സെറ്റുകളെ റെപ്രസെന്റ് ചെയ്യാറുള്ളത്. ശ്രദ്ധിക്കുക, പരീക്ഷയ്ക്ക് ചിലപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കാം. ഇനി വളരെ പ്രധാനപ്പെട്ട അടുത്ത ടോപ്പിക്കാണ് എന്ത്? സെറ്റ് ഓപ്പറേഷൻസ്. എന്താണ് സെറ്റ് ഓപ്പറേഷൻസ് എന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. സെറ്റ് ഓപ്പറേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെറ്റുകളെ ഉപയോഗിച്ചുള്ള ക്രിയകൾ. നമ്മളിപ്പോൾ നമ്പേഴ്സ് ഉപയോഗിച്ചിട്ട് സാധാരണ ബേസിക് ആയിട്ടുള്ള ഓപ്പറേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ പോലുള്ള ഓപ്പറേഷൻസ് പോലെ സെറ്റുകൾ ഉപയോഗിച്ച് 4 ഓപ്പറേഷൻസ് നമുക്ക് പഠിക്കാനുണ്ട്. അതിൽപ്പെട്ട ഒന്നാമത്തെ ഓപ്പറേഷനാണ് യൂണിയൻ. അതിന്റെ ഓപ്പറേഷന്റെ പേര് യൂണിയൻ. രണ്ടാമത്തെ ഓപ്പറേഷന്റെ പേര് ഇന്റർസെക്ഷൻ. മൂന്നാമത്തെ ഓപ്പറേഷന്റെ പേര് ഡിഫറൻസ്. നാലാമത്തെ ഓപ്പറേഷന്റെ പേര് കോംപ്ലിമെന്റ്. ഇങ്ങനെ 4 ഓപ്പറേഷൻസ് ആണ് നമുക്ക് സെറ്റിൽ പഠിക്കാനുള്ളത്. അപ്പൊ ആദ്യമായി നമുക്ക് യൂണിയൻ എന്താണെന്ന് പഠിക്കാം. യൂണിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 സെറ്റുകളെ ചേർത്തിട്ട് ഒരു സെറ്റാക്കി മാറ്റുന്നു. ഇപ്പൊ യൂണിയൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. യൂണിയൻ ഓഫ് സോവിയറ്റ് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്, USSR. പണ്ട് കാലത്ത് റഷ്യ എന്ന് പറയുന്ന രാജ്യത്തിന്റെ കൂടെ കുറെ യൂണിയനുകൾ ഉണ്ടായിരുന്നു. പിന്നീടാണല്ലോ അത് വേറിട്ട് പോയത്. എന്നതുപോലെ ഇപ്പൊ യൂണിയൻ, ഇന്ത്യൻ യൂണിയൻ, മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി നമ്മളില്ലേ, കുറെ യൂണിയൻ എന്നതാണ്. രണ്ടും കൂടി ചേരുക, 2 സെറ്റുകൾ ചേരുന്നു. അതിനാണ് എ യൂണിയൻ ബി അറിയാം. അത് നമുക്ക് ചിഹ്നം ഉപയോഗിച്ചുകൊണ്ട് എ യൂണിയൻ ബി എന്നിങ്ങനെയാണ് എ യൂണിയൻ ബി. ഈ എ യൂണിയൻ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണറിയോ? അതിന്റെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, യൂണിയൻ എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ
ഇതിന്റെ സിമ്പിള് എ യൂണിയൻ ബി എക്സ് സച്ച് ദാറ്റ് സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു എ ഓർ എക്സ് ബിലോങ്സ് ടു ബി എന്നിങ്ങനെ കാണാം. ഇതിന്റെ സെറ്റ് ബിൽഡർ ഫോം ആയിട്ട് ഇങ്ങനെ കാണാം. എല്ലാ കുട്ടികൾക്കും അധിക ആളുകൾക്കും കൺഫ്യൂഷൻ ഉള്ള ഒരു ലെറ്ററാണ്, ഒരു വേർഡാണ് ഓർ. എന്താണ് ഈ ഓറിന്റെ മീനിങ്? ഓർ എന്ന് പറഞ്ഞാൽ നമ്മൾ വെർബലി ഓർ അല്ലെങ്കിൽ എന്നാണല്ലോ. എന്നാൽ ഇവിടെ യൂണിയൻ എന്ന് പറഞ്ഞാൽ രണ്ടുകൂടി ചേർക്കാണ്. അപ്പൊ എ അല്ലെങ്കിൽ ബി എന്ന് അർത്ഥം വെച്ചാൽ ഒരിക്കലും നമുക്ക് ഇതിന് ആൻസർ കിട്ടില്ല. ഈ ഓറിന്റെ അർത്ഥം എന്താ നിങ്ങൾക്ക്? ഓർ മീൻസ് ഐദർ ഫ്രം എ, നല്ലോണം ശ്രദ്ധിക്കുക, ഐദർ ഫ്രം എ ഓർ ഫ്രം ബി ഓർ ബോത്ത് എലമെന്റ്സ് ഓഫ് എ ആൻഡ് ബി. ഇങ്ങനെയാണിത്. ഇതാണ് ഈ ഓറിന്റെ മീനിങ്. ഈ ഓറിന് വലിയ മീനിങ് ഉള്ളത് എല്ലാവരും മനസ്സിലാക്കുക. ബോത്ത് എലമെന്റ്സ് ഓഫ് എ ആൻഡ് ബി. ഐദർ ഫ്രം എ, ഒന്നുകിൽ എയിൽ നിന്ന്. അപ്പൊ എന്താ സംഭവിക്കാറ് നിങ്ങൾക്ക്? ബി ഈസ് നൾ സെറ്റ് എന്നാണ് വരിക. ബി ഈസ് നൾ സെറ്റ്. ബി നൾ സെറ്റ് ആവുമ്പോൾ എയിൽ എലമെന്റ് ആയിരിക്കും. ബി ഒരു നൾ സെറ്റ് ആവുമ്പോൾ എ യൂണിയൻ ബി എന്ന ആരായിരിക്കും? എ ആയിരിക്കും. ഓർ ഫ്രം ബി അറിയുമ്പോഴോ ഇവിടെ എ ഈസ് നൾ സെറ്റ്. എ നൾ സെറ്റ് ആവുമ്പോൾ എലമെന്റ്സ് ബി ആയിരിക്കും. ബി നൾ സെറ്റ് ആവുമ്പോൾ എലമെന്റ് എ ആയിരിക്കും. ഇനി രണ്ടും എലമെന്റുകൾ ഉള്ള സെറ്റുകളാണെങ്കിൽ അഥവാ നൾ സെറ്റ് അല്ലാത്ത സെറ്റ് ആണെങ്കിൽ ബോത്ത് എലമെന്റ്സ് ഓഫ് എ ആൻഡ് ബി. ഈ ഒരു കോംപ്രഹെൻസീവ് മീനിങ് ആണ് ഓറിനുള്ളത്. ഒരിക്കലും ഓർ എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യരുത്, ഡയറക്റ്റ് അതിന്റെ ലാംഗ്വേജിൽ വെർബൽ മീനിങ് ആയിട്ട് എടുക്കരുത്. ഇങ്ങനെയാണ് ചെയ്യുക. നോക്കൂ, നമുക്കൊരു ഉദാഹരണം നോക്കാം. ഇപ്പോ എ ഈക്വൽ ടു സെറ്റ് 1 2 3, ബി ഈക്വൽ ടു സെറ്റ് 2 3 4 5 ഇതാന്ന് ചോദിച്ചോളൂ. അപ്പൊ നമ്മള് ഇതിന്റെ യൂണിയൻ എ യൂണിയൻ ബി ഈക്വൽ ടു 1 2 3 4 5 രണ്ടും കൂടി ചേരുമ്പോൾ 1 2 3 പിന്നെ 2 3 4 5. അപ്പോൾ എലമെന്റുകൾ ആവർത്തിക്കപ്പെട്ടിട്ടുണ്ട്. ഇവിടെ ഏതൊക്കെ എലമെന്റാണ് ആവർത്തിക്കപ്പെട്ടത്? 2 3 എന്നത് രണ്ടിലുണ്ട്. അതുകൊണ്ട് ഒരു പ്രാവശ്യം എഴുതിയാൽ മതി. therefore it is equal to 1 2 3 4 5. ഇതാണ് എ യൂണിയൻ ബി എന്ന് പറയുന്നത്. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, രണ്ടും കൂടി ചേർക്കുമ്പോൾ കോമൺ എലമെന്റ്സ് ഉണ്ടെങ്കിൽ നമ്മൾ ആ കോമൺ എലമെന്റ്സ് ഇപ്പൊ 2 3 രണ്ടിലും കോമൺ ആകും. ഒരു പ്രാവശ്യം എഴുതിയാൽ മതി, 2 പ്രാവശ്യം എഴുതേണ്ട കാര്യമില്ല. ഇനി ഇവയുടെ വെൻ ഡയഗ്രം ഒന്ന് വരച്ചു നോക്കാം നമുക്ക്. എന്താണ് എ യൂണിയൻ ബിയുടെ വെൻ ഡയഗ്രം? നോക്കൂ, ഇതാണ് എ എന്ന് വിളിച്ചോളൂ. സപ്പോസ് ദിസ് ഈസ് ഈ യൂണിവേഴ്സൽ സെറ്റ് യു. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതാണ് എ എന്ന സെറ്റ്, ഇതാണ് ബി എന്ന സെറ്റ്. അപ്പോൾ നമ്മൾ എയും ബിയും വരച്ചു. ഇത് രണ്ടിലും കോമൺ എലമെന്റ്സ് ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ രണ്ട് സർക്കിളും ജോയിന്റ് ആക്കി വരക്കുന്നത് കേട്ടോ. ഇപ്പൊ എ യൂണിയൻ ബി എന്താണ്? എയിലും ബിയിലുള്ള ഫുൾ എലമെന്റുകൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇങ്ങനെ ഷെയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഷെയ്ഡ് ചെയ്ത ഭാഗത്തിന് നമ്മൾ എന്ത് പറയുന്നത്? എ യൂണിയൻ ബി എന്ന് പറയുന്നത്. ഇപ്പൊ എക്കും ബിക്കും കോമൺ എലമെന്റ്സ് ഉണ്ടെങ്കിൽ ഇങ്ങനെയാണ് അതിന്റെ വെൻ ഡയഗ്രം വരക്കുക. ഇനി എയും ബിക്കും കോമൺ ആയിട്ട് ആരും ഇല്ലെങ്കിലോ? കോമൺ ഇല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെയാണ് വരക്കുക. എങ്ങനെ? ആദ്യം നമ്മൾ എ വരക്കുന്നു, പിന്നീട് നമ്മൾ ബി വരക്കുന്നു. ദിസ് ഈസ് യു എ ബി. എന്നിട്ട് എ യൂണിയൻ ബി എന്ത് ചെയ്യുന്നു? ഇതേപോലെ ആദ്യം എക്ക് ഷെയ്ഡ് ചെയ്യുന്നു, പിന്നീട് നമ്മൾ ബി എന്ന ഭാഗം ഷെയ്ഡ് ചെയ്യാണ്. ഇതാണ് എ യൂണിയൻ ബിയുടെ വെൻ ഡയഗ്രം. രണ്ടും ഉൾക്കൊള്ളുന്നുണ്ട്. രണ്ടിലും ഡിഫറെന്റ് എലമെന്റ്സ് ആണ്. ഇതിൽ കോമൺ ആയിട്ട് ആരും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ രണ്ട് സർക്കിളും വേറെ വേറെ വരക്കുന്നു. ഇനി മൂന്നാമത്തെ ഫിഗർ, എ ഈസ് എ സബ്സെറ്റ് ഓഫ് ബി എന്താണ്? എ ഈസ് എ സബ്സെറ്റ് ഓഫ് ബി എന്നാൽ എയിലെ എല്ലാ അംഗങ്ങളും എവിടെ ഉണ്ട്? ബിയിലുണ്ട്. അപ്പൊ നമുക്ക് മനസ്സിലായി എന്ത്? എ യൂണിയൻ ബി ഈക്വൽ ടു ബി തന്നെയാണ്. അപ്പോൾ ഒരു ചെറിയ സെറ്റാണിത്, ഇത് വലിയ സെറ്റാണ്. രണ്ടും കൂടി ചേർക്കുമ്പോൾ അത് വലിയ സെറ്റായി മാറും. സോ ഇറ്റ് ഈസ് ബി. അപ്പൊ നമ്മൾ എങ്ങനെയാണ് ഇതിന്റെ വെൻ ഡയഗ്രം വരക്കുക? നമ്മൾ ആദ്യം തന്നെ യൂണിവേഴ്സൽ സെറ്റ് വരക്കുന്നു, യു. ഇനി എ ഈസ് എ സബ്സെറ്റ് ഓഫ് ബി എന്ന് പറയുമ്പോൾ എ ആണ് ചെറിയ സെറ്റ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ബി എന്ന് പറയുന്ന സെറ്റ് വലുത്, അതിൻ്റെ ഉള്ളിലാണ് ആര് വരക്കുക? എ വരക്കുക. ഇനി എ യൂണിയൻ ബി എന്ന് പറയുമ്പോൾ എന്താ വരിക? എയും ബിയും കോമൺ അല്ല, എയും ബിയും ഫുള്ളായിട്ട് വരക്കണം. ഇതാണ് എ, ഇതാണ് ബി. അപ്പോൾ എ യൂണിയൻ ബി പറയുമ്പോൾ നമ്മൾ ഇതിന് ഉള്ളിൽ ഫുള്ള് ഇങ്ങനെ ബാക്കി ഞാൻ ബിയിൽ ആദ്യം തന്നെ ബിന്റെ ഭാഗം നമ്മൾ കവർ ചെയ്തിട്ടുള്ളതുകൊണ്ട് ഇതാ ഇങ്ങനെയാണ് എ യൂണിയൻ ബി വരക്കുക. ഇറ്റ് ഈസ് ഈക്വൽ ടു ബി നമുക്ക് കാണാം.
ഇങ്ങനെ നമുക്ക് വെൻ ഡയഗ്രത്തിലൂടെ എ യൂണിയൻ ബി നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഇനി ഇതിന്റെ പ്രോപ്പർട്ടീസ്, എന്തൊക്കെ പ്രോപ്പർട്ടീസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്? പ്രോപ്പർട്ടീസ് ഓഫ് എ യൂണിയൻ ബി. ഒന്നാമത്തെ പ്രോപ്പർട്ടി എ യൂണിയൻ എ ഈക്വൽ ടു എ എന്നുള്ളതാണ്. എ യൂണിയൻ എ, അതായത് എ എന്ന സെറ്റിനെ അതേ സെറ്റ് കൊണ്ട് യൂണിയൻ എടുക്കുമ്പോൾ ഉത്തരം എ തന്നെയാണ് കിട്ടുക. ഈ നിയമത്തെ നമ്മൾ പറയുന്നത് സാധാരണ ഇതിൽ ഐഡംപൊട്ടന്റ് ലോ എന്നാണ്. ഐഡംപൊട്ടന്റ് ലോ എന്ന് അറിയപ്പെടുന്നു. രണ്ടാമത്തത് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടിയാണ്. എ യൂണിയൻ ബി ഈക്വൽ ടു ബി യൂണിയൻ എ. ഇതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? കമ്മ്യൂട്ടേറ്റീവ്. മൂന്നാമത്തെ പ്രോപ്പർട്ടിയെ നമ്മൾ പറയുന്നത് അസോസിയേറ്റീവ് എന്നാണ്. എ യൂണിയൻ ബി യൂണിയൻ സി ഈക്വൽ ടു എ യൂണിയൻ ബി യൂണിയൻ സി. ഇവിടെ 3 സെറ്റുകൾ പങ്കെടുക്കുന്നുണ്ട്. നോക്കൂ, ഇതിലെ എയും ഇതിലെ ബിയും ഇതിലെ സിയും തന്നെയാണ് ഇതിലുള്ളത്, മാറ്റില്ല, എ ബി സി. പക്ഷെ ആദ്യ 2 കൂടി മൂന്നാമത്തെ യൂണിയൻ ചേർക്കുന്നു, ആദ്യത്തിനോട് കൂടി മൂന്നാമത്തെ യൂണിയൻ ചേർക്കുന്നു, രണ്ടും ഈക്വൽ ആയിരിക്കും. ഇതാണ് നമുക്ക് മൂന്നാമത്തെ പ്രോപ്പർട്ടി ആയിട്ട് വരുന്നത്. ഇനി നാലാമത്തെ പ്രോപ്പർട്ടി ആയിട്ട് വരുന്നത് എ യൂണിയൻ ഫൈ ഈക്വൽ ടു എ യൂണിയൻ യു ഈക്വൽ ടു യു. ഇതാണ് എനെ ഫൈ കൊണ്ട് യൂണിയൻ. ഫൈ എന്ന് പറഞ്ഞാൽ നൾ സെറ്റാണ്. ഇപ്പം ഒരു സെറ്റും നൾ സെറ്റും ചേർന്നാൽ അത് ആ സെറ്റിൻ്റെ ആയിരിക്കും. എ എന്ന് പറയുന്ന സെറ്റ് സ്മോൾ സെറ്റാണ്, അതിന്റെ വലിയ സെറ്റാണ് യു. അപ്പൊ രണ്ടും കൂടി ചേരുമ്പോൾ അത് വലിയ സെറ്റ് യു ആണ് വരിക. ഇതാണ് നമ്മൾ അതുമായി ബന്ധപ്പെട്ടിട്ട് പ്രോപ്പർട്ടീസ് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ഇത്രയുമായി കഴിഞ്ഞാൽ അടുത്ത ഓപ്പറേഷനിലേക്ക് കടക്കാം. അടുത്ത ഓപ്പറേഷൻ എന്താണ്? ഇന്റർസെക്ഷൻ എന്ന് പറയുന്ന ഓപ്പറേഷനാണ്. അപ്പോൾ നോക്കൂ, രണ്ടാമത്തെ ഓപ്പറേഷൻ ഇന്റർസെക്ഷൻ. രണ്ട് സെറ്റുകളെ ഇന്റർസെക്ട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് സെറ്റിലുമുള്ള കോമൺ എലമെന്റ്സിനെ ചേർത്ത് മറ്റൊരു സെറ്റ് ഉണ്ടാക്കുക. ഉദാഹരണം പറയുകയാണെങ്കിൽ എ ഈക്വൽ ടു സെറ്റ് 1 2 3, ബി ഈക്വൽ ടു സെറ്റ് 3 4 5. ഈ രണ്ട് സെറ്റിലും കോമൺ ആയിട്ടുള്ള അംഗങ്ങൾ ആരാ? 3 ആണ്. രണ്ടിലും കോമൺ ആയിട്ടുള്ള 3 ആണ്. അപ്പൊ ഈ സെറ്റ് 3 ഇത് രണ്ടിലും ഇന്റർസെക്ട് ചെയ്ത എലമെന്റുകൾ ചേർത്തുണ്ടാക്കിയ ഒരു സെറ്റാണ്. ഈ സെറ്റിനെ പറയുന്ന പേരാണ് എന്ത്? എ ഇന്റർസെക്ഷൻ ബി. ഇന്റർസെക്ഷൻ എന്ന് പറഞ്ഞാൽ യൂണിയന്റെ നേരെ യൂണിയൻ മുകളിലോട്ട് വരക്കുന്ന അതേ സിമ്പിൾ താഴോട്ട് ഇട്ട് കഴിഞ്ഞാൽ എന്തായി? എ ഇന്റർസെക്ഷൻ ബി ആയി. ഇവിടെ എ ഇന്റർസെക്ഷൻ ബി 3 ആണ്. ഇനി നോക്കുങ്ങൾ രണ്ടാമത്തെ ഉദാഹരണം എ ഈക്വൽ ടു 0 1 2, ബി ഈക്വൽ ടു 3 -1 5. ഇപ്പൊ എ എന്ന സെറ്റിലും ബി എന്ന സെറ്റിലും ആരും കോമൺ ആയിട്ട് ഒരാൾ പോലും കോമൺ ആയിട്ടില്ല. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്താം? എ ഇന്റർസെക്ഷൻ ബി ഈക്വൽ ടു നൾ സെറ്റ് ആണ്. ആരും ഇല്ല, ഒറ്റ എലമെന്റും ഇല്ല, അതിനാൽ നൾ സെറ്റ് ആണ്. ഇങ്ങനെ നൾ സെറ്റായി വരുമ്പോൾ ഈ എനെയും ബിനെയും പറയുന്ന പേരാണ് എന്ത്? ഡിസ്ജോയിന്റ് സെറ്റ്സ് എന്ന് പറയാ. ശരിക്കും ശ്രദ്ധിക്കുക, ഡിസ്ജോയിന്റ് സെറ്റ്സ്. എന്താ ഡിസ്ജോയിന്റ് സെറ്റ്സ് എന്നാല് എയിലും ബിയിലും കോമൺ ആയിട്ട് ആരും ഉണ്ടാവില്ല, അഥവാ എ ഇന്റർസെക്ഷൻ ബി ഈക്വൽ ടു നൾ സെറ്റ് ആയിരിക്കും. ഇങ്ങനെ വരുമ്പോൾ ഇതിനെ നമ്മൾ പറയുന്ന പേരാണ് ഡിസ്ജോയിന്റ്. ഇനി നമുക്ക് ഇതിന്റെ വെൻ ഡയഗ്രം വരച്ച് നോക്കാം. ആദ്യമായിട്ട് നമ്മൾ എ ഈക്വൽ ടു സെറ്റ് 1 2 3 നോക്കൂ, ബി ഈക്വൽ ടു സെറ്റ് 3 4 5 നമ്മൾ പറഞ്ഞു. യു എന്ന് പറയുന്ന സെറ്റ് 1 2 3 എക്സെട്രാ അപ് ടു 10 ആണെന്ന് പറഞ്ഞു ജോലി. അപ്പൊ ഇതിന്റെ നമ്മള് ശരിക്കും ഇത് എലമെന്റ് തന്ന രണ്ട് സെറ്റുകളായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതിന്റെ വെൻ ഡയഗ്രം വരച്ചു കഴിഞ്ഞാൽ ഇതാണ് യു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എയിലും ബിയിലും കോമൺ ആയിട്ട് അംഗങ്ങൾ ഉള്ളതുകൊണ്ട് ഇത് എ വരക്കുന്നു, അടുത്ത ബി വരക്കുന്നു. ദിസ് ഈസ് എ ആൻഡ് ദിസ് ഈസ് ബി. എയിലും ബിയിലും കോമൺ ആയിട്ട് ആരാണുള്ളത്? 3 കോമൺ ആണ്. അപ്പൊ നമുക്ക് 3 ഇവിടെയാണ് വരക്കുക. ഇനി എയിൽ ബാക്കി വരുന്ന എലമെന്റ്സ് 1 2. ഇനി അപ്പോ ബാക്കി വരുന്ന എലമെന്റ് 4 5
ഇനി 6, 7, 8, 9, 10. ഇപ്പൊ നമ്മൾ ഇത് ഈ 3 സെറ്റുകളുടെയും വെൻ ഡയഗ്രമാണ്. ഇനി ഇതിൽ രണ്ടിലും കോമൺ ആയിട്ട് വരുന്ന സ്പേസ് ഏതാണ്? രണ്ടിലും കോമൺ ആയിട്ട് വരുന്ന സ്പേസ് എലമെന്റ് പറയുമ്പോൾ നമ്മൾ 3 എന്ന് പറഞ്ഞു. രണ്ടിലും കോമൺ ആയിട്ട് വരുന്ന സ്പേസ് ഈ സ്പേസ് ആണ്. അതിനാൽ അത്രയും സ്പേസിലാണ് നമ്മൾ എ ഇന്റർസെക്ഷൻ ബി എന്ന സംഭവം വരല്. അഥവാ എക്കും ബിക്കും കോമൺ ആയിട്ടുള്ള പ്ലേസ് എന്ന അർത്ഥത്തിൽ. അപ്പൊ നമ്മൾ സാധാരണ വരക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? എയും ബിയും സിയും തരാതെ നമ്മൾ എ ഇന്റർസെക്ഷൻ ബിയുടെ വെൻ ഡയഗ്രം വരക്കുമ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യുക? യു എഴുതുന്നു. എ എന്ന് പറയുന്ന സെറ്റ്, ബി എന്ന് പറയുന്ന ഒരു സെറ്റ്. ഇതാണ് എ, ഇതാണ് ബി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇനി ഇതിന്റെ ഈ പ്ലേസ് ഉണ്ടല്ലോ, രണ്ടിലും കോമൺ ആയിട്ട് വരുന്ന ഈ പ്ലേസിനെ നമ്മൾ എന്ത് പറയുന്നത്? എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത്. ഇനി 3 സെറ്റുകൾ വരികയാണെങ്കിലോ, സപ്പോസ് 3 സെറ്റുകൾ വരികയാണെങ്കിലോ, 3 സെറ്റുകൾ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? പിന്നെ 3ലും എന്ത് ചെയ്യണം? കോമൺ ആയിട്ട് വരുന്ന ഏരിയ നമ്മൾ വരക്കണം. അപ്പോൾ ഒന്നാമത് പറയുകയാണെങ്കിൽ എ ഇതാണ്, ഇതാണ് ബി, ഇതാണ് സി. ഇപ്പം ഇത് യു എന്ന സെറ്റ്, ദിസ് ഈസ് എ, ദിസ് ഈസ് ബി, ദിസ് ഈസ് സി. അപ്പൊ നമുക്ക് 3ലും കോമൺ ആയിട്ട് ആരാ വരിക? ഇതാണ് 3ലും കോമൺ ആയിട്ട് വരിക. ദിസ് ഈസ് ദ 3 ഉണ്ടല്ലേ? അപ്പൊ ഈ എലമെന്റുകളെയാണ് നമ്മൾ ഇവിടെ വരുന്ന ഇതിനെയാണ് നമ്മൾ എ ഇന്റർസെക്ഷൻ ബി ഇന്റർസെക്ഷൻ സി എന്ന് പറയുന്നത്. ഇനി നോക്കൂ, സപ്പോസ് നമുക്ക് അടുത്ത ഫിഗർ ആയിട്ട് എ ഈസ് എ സബ്സെറ്റ് ഓഫ് ബി എന്ന് വിചാരിച്ചോളൂ. എ ഈസ് എ സബ്സെറ്റ് ഓഫ് ബി എന്ന് വന്നാൽ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ എങ്ങനെ വരക്കുക? ഇതാണ് യൂണിവേഴ്സൽ സെറ്റ് യു ആയിട്ട് നമ്മൾ വരക്കുന്നത്, യു. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? വലിയ സെറ്റ് ആരാ വരിക? ബി എന്ന സെറ്റാണ് വരിക. അതിന്റെ ഉള്ളിലായിട്ട് ആര് വരും? എ വരും. ഈ രണ്ടിന് ഇന്റർസെക്ഷൻ ആരായിരിക്കും? എ ഇന്റർസെക്ഷൻ ബി. എപ്പോഴും എ ഇന്റർസെക്ഷൻ ബി ആരായിരിക്കും? എ ഇന്റർസെക്ഷൻ ബി ഈക്വൽ ടു ചെറിയ സെറ്റ് ആയിരിക്കും എ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഈ എയില് എന്ത് ചെയ്യാം? നമുക്ക് ഇങ്ങനെ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് എ ഇന്റർസെക്ഷൻ ബി. നമ്മൾ മനസ്സിലാക്കുക, എ ഈസ് എ സബ്സെറ്റ് ഓഫ് ബി, ദെൻ എ ഇന്റർസെക്ഷൻ ബി ഈക്വൽ ടു എന്തായിരിക്കും? എ ആയിരിക്കും. ഇതാണ് ഇന്റർസെക്ഷനുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, ഇനി ഇതിന്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെ പ്രോപ്പർട്ടീസ് ആണുള്ളത്? പ്രോപ്പർട്ടീസ് ഒന്നാമത്തത് നമ്മൾ ഈ പറഞ്ഞതുപോലെ എ ഇന്റർസെക്ഷൻ എ ഈക്വൽ ടു എ. അതായത് എയും എയും ഇന്റർസെക്ട് ചെയ്ത് കഴിഞ്ഞാൽ എ തന്നെ ആയിരിക്കും. രണ്ടിലും കോമൺ ആയിട്ട് എ തന്നെ ഉണ്ടാവുമല്ലോ. ഇനി രണ്ടാമത്തത് എ ഇന്റർസെക്ഷൻ ബി ഈക്വൽ ടു ബി ഇന്റർസെക്ഷൻ എ. ഇതിന് നമ്മൾ എന്താ പറയാ? നേരത്തെ പറഞ്ഞതുപോലെ കമ്മ്യൂട്ടേറ്റീവ്. യൂണിയനിൽ പറഞ്ഞ അതേ സംഭവം തന്നെയാണ് ഇവിടെയും, കമ്മ്യൂട്ടേറ്റീവ്. ഇനി മൂന്നാമത്തെ എന്താണ്? എ ഇന്റർസെക്ഷൻ ബി ഇന്റർസെക്ഷൻ സി. ഇവിടെ ഇങ്ങനെ തിരിച്ചോ, എ ഇന്റർസെക്ഷൻ ബി ഇന്റർസെക്ഷൻ സി ഈക്വൽ ടു എ ഇന്റർസെക്ഷൻ ബി ഇന്റർസെക്ഷൻ സി. ഇതാണ് മൂന്നാമത്തെ. ഇത് നമ്മൾ പറയാ അസോസിയേറ്റീവ് എന്നാണ്, അസോസിയേറ്റീവ്. ഇനി നാലാമത്തത് എ യൂണിയൻ അല്ല എ ഇന്റർസെക്ഷൻ ഫൈവ്. എയും ഫൈയും ഇന്റർസെക്ട് ചെയ്ത ഉത്തരത്തിൽ കിട്ടുക ഫൈവ് കിട്ടുക. കാരണം എന്താ? എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എലമെന്റ്സ് ഉള്ളത്, ഫൈവ് എന്ന് പറഞ്ഞാൽ എലമെന്റ്സ് ഇല്ലാത്തത്. അപ്പൊ രണ്ടിലും കോമൺ ആയിട്ട് ആരും ഉണ്ടാവില്ലല്ലോ, therefore it is 5. ഇനി അടുത്തതോ യു ഇന്റർസെക്ഷൻ എ ഈക്വൽ ടു എ. ഇതാണ് നമ്മൾ അത് മനസ്സിലാക്കേണ്ടത്. യു ഇന്റർസെക്ഷൻ എന്താ? വലുതും ചെറുതും ഇന്റർസെക്ട് ചെയ്താൽ ചെറുതാ വരിക. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, യുവും എയും യൂണിയൻ എടുത്താൽ അത് യു എന്നാ വരിക, വലുതാ വരിക. യുവും എയും ഇന്റർസെക്ട് എടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് രണ്ടിലും ചെറുതായ സെറ്റാണ് ഇന്റർസെക്ഷനിൽ വരിക കേട്ടോ. ഇനി അടുത്തത് നമ്മൾ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി എന്നറിയപ്പെടും എ യൂണിയൻ ബി ഇന്റർസെക്ഷൻ സി. ഇപ്പൊ എന്താ വരിക? എ യൂണിയൻ ബി ഇന്റർസെക്ഷൻ എ യൂണിയൻ സി. ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യത്തിലുള്ളൂ. ഇത് ചേർന്നിട്ട് ഈ രണ്ടും കൂടി ചേർന്നിട്ട് ഫസ്റ്റ് എന്ത് ചെയ്യും? എ യൂണിയൻ ബി ഇവിടെ വരും. പിന്നെ ഈ ഇന്റർസെക്ഷൻ ആണ് നമ്മൾ ഇവിടെ വരുന്നത്. പിന്നെ ഈ എ യൂണിയൻ സിയുമായി ചേർന്ന് ഇതും വരും. ഇങ്ങനെയാണ് അതിന്റെ റിസൾട്ട് വരിക. ഇനി നേരെ മറിച്ച് ഇത് നമ്മൾ എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ സി എന്നാണെങ്കിലോ ഇങ്ങനെയും വരാലോ.
ഇതങ്ങോട്ട് മാറിയാലോ. അപ്പൊ ആദ്യം ഇത് രണ്ടും കൂടി ചേർന്നിട്ട് എ ഇന്റർസെക്ഷൻ ബി വരും. എ ഇന്റർസെക്ഷൻ ബി എന്നതിന് ശേഷം ഇവിടെയുള്ള യൂണിയൻ, പിന്നെ ഈ എയും ഇന്റർസെക്ഷനും ചേർന്ന് സിയുമായി ചേരുമ്പോൾ എന്താവും, എ ഇന്റർസെക്ഷൻ സി ഇങ്ങനെ വരും. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇതാണ് നമ്മൾ പഠിക്കാനുള്ള പ്രധാനപ്പെട്ട പ്രോപ്പർട്ടീസ്. ഈ പ്രോപ്പർട്ടീസ് ഒക്കെ പ്രോബ്ലം വഴി നമുക്ക് എന്ത് ചെയ്യണം, വെരിഫൈ ചെയ്യാനുണ്ട്. ഇതിന്റെ തിയററ്റിക്കൽ പ്രൂഫ് നിങ്ങൾക്ക് പഠിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾ ഈ റിസൾട്ട് മാത്രം പഠിച്ചു വെച്ചാൽ മതി. അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് എ മൈനസ് ബി ആണ്, അഥവാ ഡിഫറൻസ് ഓഫ് ടു സെറ്റ്സ്. ഡിഫറൻസ് ഓഫ് ടു സെറ്റ്സ്. സാധാരണ ഇതിൽ നമ്മൾ ഇതിനെ റെപ്രസെന്റ് ചെയ്യാറുള്ളത് എ മൈനസ് ബി എന്നാണ്. എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു എ ആൻഡ് എക്സ് ഡസ് നോട്ട് ബിലോങ്സ് ടു ബി എന്നാണ്. എന്തായാലും അർത്ഥം, എ എന്ന സെറ്റിലുള്ളത് എന്നാൽ ആ സെറ്റ് എവിടെ ഉണ്ടാവാൻ പാടില്ല, ബിയിൽ ഉണ്ടാവാൻ പാടില്ല. ഇതിനെയാണ് നമ്മൾ എ മൈനസ് ബി എന്ന് പറയുന്നത്. വളരെ ക്ലിയർ ആയിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പോൾ എ എന്ന് പറയുന്ന സെറ്റ് നോക്കൂ, 1 2 3 ആണെന്ന് വിചാരിക്കുക. 1 2 3 ബി ഈക്വൽ ടു 3 4 5 6 എന്നാണ് വിചാരിച്ചോളൂ. അപ്പൊ എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ നമ്മൾ എളുപ്പം കണ്ടുപിടിക്കാം. എ മൈനസ് ബി ഈക്വൽ ടു 1 2 3 മൈനസ് 3 4 5 6. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതിൽ കോമൺ ആയിട്ടുള്ള അംഗങ്ങൾ ഇവിടുന്ന് ക്യാൻസൽ ചെയ്യുക. ഇത് രണ്ടൊന്നും കോമൺ ആയിട്ടുള്ള എലമെന്റ്സ് ക്യാൻസൽ ചെയ്തു. ഇനി വേറെ എലമെന്റ് കോമൺ ഇല്ലല്ലോ. അങ്ങനെ കോമൺ ക്യാൻസൽ ചെയ്തതിന് ശേഷം ഈ എ എന്ന സെറ്റിൽ ബാക്കി വരുന്നതാണ് എ മൈനസ് ബി. അപ്പൊ എ മൈനസ് ബി എത്ര കിട്ടി, സെറ്റ് 1 2 എന്ന് കിട്ടി. ബി മൈനസ് എത്ര കിട്ടി, ബിയിൽ ബാക്കി വരുന്നതിനാണ് നമ്മൾ ബി മൈനസ് എന്ന് പറയാം. ഈക്വൽ ടു 4 5 6 ആണ്. നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട വിഷയം, എ മൈനസ് ബിയും ബി മൈനസ് എയും ഡിസ്ജോയിന്റ് സെറ്റുകളാണ്. എന്ന് പറഞ്ഞാൽ എ മൈനസ് ബിയിൽ ഉള്ളത് എവിടെ ഉണ്ടാവില്ല, ബി മൈനസ് എയിൽ ഉണ്ടാവില്ല. ബി മൈനസ് എയിൽ ഉള്ളത് എ മൈനസ് ബിയിലും ഉണ്ടാവുക. ദേ ആർ മ്യൂച്വലി ഡിസ്ജോയിന്റ്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം. ഇനി ഇതിന്റെ വെൻ ഡയഗ്രം വരച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം, വളരെ ഈസി ആയിട്ട് നമുക്ക് എ മൈനസ് ബി മാർക്ക് ചെയ്യാം. നോക്കൂ, ഇതാണ് യൂണിവേഴ്സൽ സെറ്റ് യു എന്ന് പറയുന്നത്. ദിസ് ഈസ് യു. നമ്മൾ എ എന്ന സെറ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, മാർക്ക് ചെയ്യുന്നു. ബി എന്ന സെറ്റും അതേപോലെ മാർക്ക് ചെയ്യുന്നു, എ ബി. ഇനി ആരാണ് നമ്മൾ, ഇതാണ് എ മൈനസ് ബി എന്ന് പറയുന്ന ഏരിയ. എന്ന് പറഞ്ഞാൽ എയിലുണ്ട്, കൊടുക്കില്ല, ബിയിലേക്ക് കടന്നിട്ടില്ല. അപ്പം ഞാൻ ഈ ഷെയ്ഡ് ചെയ്ത ഭാഗം എയിലുള്ള ഭാഗം തന്നെയാണ്, പക്ഷെ അത് കൊടുക്ക് വന്നിട്ടില്ല, ബിയിലേക്ക് കടന്നിട്ടില്ല. അതാണ് എ അതിലുണ്ട്, പക്ഷെ അവിടെ ഇല്ല, ബിയിലില്ല. ഇനി നമ്മൾ ബി മൈനസ് എൻ്റെ ഫിഗർ വരക്കുകയാണെങ്കിലോ, ഫിഗർ ഔട്ട് വരക്കുകയാണെങ്കിലോ ഇതേപോലെ നമുക്ക് വരക്കാം. ഇതാണ് യൂണിവേഴ്സൽ സെറ്റ് യു, ഇതാണ് എ എന്ന് പറയുന്ന സെറ്റ്, ഇതാണ് ബി എന്ന് പറയുന്ന സെറ്റ്. ദിസ് ഈസ് എ, ദിസ് ഈസ് ബി. അപ്പൊ നമുക്കിനി ബിയില് എന്ത് ചെയ്യുന്നു, നമ്മള് ബിയിലുണ്ട് അല്ലേ, ഇതാ ബിയിലുണ്ട്, അതെവിടെ ഇല്ല, എയിലില്ല. ദിസ് ഈസ് കാൾഡ് ബി മൈനസ് എ. ദിസ് ഈസ് കാൾഡ് ബി മൈനസ് എ. ബിയിൽ ഉള്ള ഭാഗമാണ്, പക്ഷെ അത് എവിടേക്കില്ല, എ എന്ന സെറ്റിൽ ഇല്ലാത്തതുകൊണ്ട് ദിസ് ഈസ് കാൾഡ് ബി മൈനസ് എ. ഇതാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പോർഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്. ഞാൻ ഗ്രാഫിൽ ഒന്നുകൂടി വെൻഡാകത്ത് ഒന്നുകൂടി വരച്ച് കാണിച്ചു തരാം. ഈ പോർഷനാണ് നമ്മൾ എ മൈനസ് ബി എന്ന് പറയുന്നത്. ദിസ് ഈസ് എ മൈനസ് ബി. അപ്പോ ഇനി മറ്റൊരു കാര്യം, ഇതാണ് എ ഇന്റർസെക്ഷൻ ബി. ദിസ് ഈസ് എ ഇന്റർസെക്ഷൻ. ഞാൻ ഈ 3 കളറും കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ടാണ്. ഈ 3 കളറും ചേർന്നാൽ എന്തായി, എ യൂണിയൻ ബി ആയി. അപ്പൊ നമുക്ക് എന്ത് പറയാം, എ യൂണിയൻ ബി എന്ന് പറയുന്നത് എ മൈനസ് ബി യൂണിയൻ എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ ബി മൈനസ് എ ആണ്. ഇത് 3 കൂടി ചേർന്നാൽ എന്തായി, എ യൂണിയൻ ബി ആയി. മാത്രവുമല്ല ഈ സെറ്റും ഇതും ഇതും മ്യൂച്വലി ഡിസ്ജോയിന്റ് എന്ന് പറയാം. എന്ന് പറഞ്ഞാൽ എന്താ, എ മൈനസ് ബിയിലുള്ളത് എ ഇന്റർസെക്ഷൻ ബിയിലില്ല, എ ഇന്റർസെക്ഷൻ ബിയിലുള്ളത് ബി മൈനസ് എയിലുള്ള, ഇതിലുള്ളത് അതിലുമില്ല. അപ്പം 3 സെറ്റുകൾ മ്യൂച്വൽ ഡിസ്ജോയിന്റ് ആണെന്ന്. അപ്പം ഉദാഹരണം പറയുകയാണെങ്കിൽ എ ബി സി 3 സെറ്റുകളാണ്. മ്യൂച്വൽ ഡിസ്ജോയിന്റ് പറഞ്ഞാൽ എന്താ, എ ഇന്റർസെക്ഷൻ ബി ഈക്വൽ ടു നൾ സെറ്റ് ആവും, ബി ഇന്റർസെക്ഷൻ സി അതും നൾ സെറ്റ് ആവും, എ ഇന്റർസെക്ഷൻ സി മൂന്നാമത് ഇതും നൾ സെറ്റ് ആവും എന്നതുപോലെയാണ്. ഇതാണ് മ്യൂച്വൽ ഡിസ്ജോയിന്റുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട റിസൾട്ട്. അതേപോലെ എ മൈനസ് ബിയും എ ഇന്റർസെക്ഷൻ ബിയും ബി മൈനസ് എയും മ്യൂച്വൽ ഡിസ്ജോയിന്റ് ആണ്. കാരണം ഇതിലുള്ളത് ഇതിലുമില്ല, അതിലുമില്ല, ഇതിലുള്ളത് ഇതിലുമില്ല, ഇതിലുമില്ല.
മൂന്നാമത്തേലുള്ളത് ഒന്നാമത്തേലും കോമൺ ആയിട്ടില്ല, രണ്ടാമത്തേലും കോമൺ ആയിട്ടില്ല. ദെയർഫോർ ദേ ആർ മ്യൂച്വലി ഡിസ്ജോയിന്റ്. ഇതാണ് നമ്മൾ എ മൈനസ് ബി ബി മൈനസ് എയും എ ഇന്റർസെക്ഷൻ ബി ഒക്കെ ആയിട്ടുള്ള കണക്ഷൻ മനസ്സിലാക്കുക. ഇതാണ് ഡിഫറൻസ് എന്ന് നമ്മൾ പറയുന്നത്. ഇനി നാലാമത്തെ ഓപ്പറേഷനാണ് നമുക്ക് പഠിക്കാനുള്ളത്. ആ ഓപ്പറേഷനാണ് നമ്മൾ എന്താ പറയുക, കോംപ്ലിമെന്റ് ഓഫ് എ സെറ്റ് എന്ന് പറയുക. കോംപ്ലിമെന്റ് നല്ലോണം ശ്രദ്ധിക്കണം, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കോംപ്ലിമെന്റ് ഓഫ് എ സെറ്റ്, ഒരു സെറ്റിന്റെ കോംപ്ലിമെന്റ് അഥവാ എയുടെ കോംപ്ലിമെന്റ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന സാധാരണ എ ഡാഷ് എന്ന ഇത് ഉപയോഗിച്ചിട്ടാണ്. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെയും എഴുതാറുണ്ട്. എന്റെ മുകളിലൊരു പവറായിട്ട് ഒരു സ്മോൾ സി വെച്ച് കഴിഞ്ഞാൽ എ കോംപ്ലിമെന്റ് എന്ന് നമുക്ക് ഇതിനെയും ഇങ്ങനെയും റെപ്രസെന്റ് ചെയ്യാം. നോർമലി നമ്മൾ എ ഡാഷ് ആണ് ഉപയോഗിക്കാറുള്ളത്. ഈ എ ഡാഷ് എന്ന് പറഞ്ഞാൽ എന്താണ്, യു മൈനസ് എ എന്നുള്ളതാണ്. യുവിൽ നിന്ന് എ മൈനസ് എ. ആരാ യു? യൂണിവേഴ്സൽ സെറ്റ് ആണ് യു. യൂണിവേഴ്സൽ സെറ്റിൽ നിന്ന് എ മൈനസ് എ. അപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ ഇതാണ് യൂണിവേഴ്സൽ സെറ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ദിസ് ഈസ് യൂണിവേഴ്സൽ സെറ്റ് യു. അപ്പോൾ ഇതിൽ നിന്ന് എ എന്ന് പറയുന്ന സെറ്റാണ് ഇത് തിരിച്ചോളൂ. അപ്പൊ എ. ഇനി ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക, യുവിലുള്ള ഭാഗമാണ്, പക്ഷെ അവിടെ ഇല്ല, ഏലില്ല. ഉണ്ടല്ലേ? ഇതൊന്നും ഇവിടെ ഇല്ല, ഏലില്ല. അപ്പൊ ഏലില്ലാത്ത എന്നാൽ യുവിലുള്ള ഭാഗം, യെസ്, ഇതിനാണ് നമ്മൾ എന്ത് പറയുന്നത്. ഇപ്പം ഈ നമ്മളെ മഞ്ഞ ലൈൻ കൊണ്ട് വരച്ച ഭാഗത്തെയാണ് നമ്മൾ എ കോംപ്ലിമെന്റ് അഥവാ എ ഡാഷ് എന്ന് പറയുന്നത്. അത് യുവിലുള്ള ഭാഗമാണ്, പക്ഷെ ഒടുക്ക് കടന്നിട്ടില്ല, എയിലേക്ക് കടന്നിട്ടില്ല. ഇതാണ് എ ഡാഷ് എന്ന് പറയുന്നത്. ഇനി പ്രോപ്പർട്ടീസ് ഓഫ് കോംപ്ലിമെന്റ്, രണ്ട് സെറ്റുകൾ നമ്മൾ എന്ത് ചെയ്യുന്നു, പ്രോപ്പർട്ടീസ് എടുക്കുകയാണെങ്കിൽ ഒന്നാമത്തെ പ്രോപ്പർട്ടി ശ്രദ്ധിക്കണം, എ ഡാഷ് ഓൾ ഡാഷ് ഈക്വൽ ടു എ എന്നുള്ളത്. അതായത് ഒരു സെറ്റിന്റെ കോംപ്ലിമെന്റ് വീണ്ടും കോംപ്ലിമെന്റ് എടുത്താൽ, രണ്ട് ടൈംസ് ഒരു സെറ്റിനെ കോംപ്ലിമെന്റ് എടുത്താൽ ആ സെറ്റ് തന്നെയാണ് വരിക. ഇനി രണ്ടാമത്തെ പ്രോപ്പർട്ടി എ യൂണിയൻ എ ഡാഷ് ഈക്വൽ ടു യു. എയും എ ഡാഷും ചേർന്നാൽ യു ആയി. മൂന്നാമത്തെ പ്രോപ്പർട്ടി ആയിട്ട് വരിക എ ഇന്റർസെക്ഷൻ എ ഡാഷ്. എയും എ ഡാഷും ഇന്റർസെക്ട് ചെയ്താൽ നൾ സെറ്റ് ആണ് കിട്ടുക. ഇനി നാലാമത്തെ പ്രോപ്പർട്ടി നമുക്ക് എന്ത് പറയാം, എ ഫൈ ഡാഷ്. നാലാമത്തെ പ്രോപ്പർട്ടി ആയിട്ട് നമുക്ക് ഫൈ ഡാഷ് ഈക്വൽ ടു യു എന്നും യു ഡാഷ് ഈക്വൽ ടു ഫൈ എന്നും എഴുതാം. എന്താ ഫൈ ഡാഷ് എന്ന് പറഞ്ഞാൽ യുവിൽ നിന്ന് ഫൈ മൈനസ് ചെയ്യുക, അപ്പോൾ യു ആയിരിക്കും. യു ഡാഷ് എന്ന് പറഞ്ഞാൽ യുവിൽ നിന്ന് യു മൈനസ് ചെയ്യുന്നു, അപ്പോൾ ഫൈ ആ കിട്ടുക. ഇനി അഞ്ചാമത്തെ പ്രോപ്പർട്ടി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് പ്രോപ്പർട്ടീസ് ആണ്. അതിൽ ഒന്ന് എ യൂണിയൻ ബി ഓൾ ഡാഷ് ഈക്വൽ ടു എ ഡാഷ് ഇന്റർസെക്ഷൻ ബി ഡാഷ്. നോക്കൂ, ഇവിടെ യൂണിയൻ വരുമ്പോൾ ഇവിടെ ഇന്റർസെക്ഷൻ വരിക. അതേപോലെ എ ഇന്റർസെക്ഷൻ ബി ഓൾ ഡാഷ് ഈക്വൽ ടു എ ഡാഷ് യൂണിയൻ ബി ഡാഷ്. ഈ രണ്ട് പ്രോപ്പർട്ടിയെയും ഒരുമിച്ച് പറയുന്ന പേരാണ് എന്ത്, ഡി മോർഗൻസ് ലോ. ഡി മോർഗൻ എന്ന മാത്തമാറ്റീഷ്യനാണ് അത് കൊണ്ടുവന്നത്. ഡി മോർഗൻസ് ലോ എന്ന പേരിൽ ഈ റിസൾട്ട് അറിയപ്പെടുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിക്കണം. വെരിഫിക്കേഷൻ പരീക്ഷയ്ക്ക് ചോദിക്കും. എ യൂണിയൻ ബി ഓൾ ഡാഷ് ഈക്വൽ ടു എ ഡാഷ് ഇന്റർസെക്ഷൻ ബി ഡാഷ്. ഇതിന്റെ വെൻ ഡയഗ്രം നമുക്ക് വരക്കാനുണ്ട്. ഈ പ്രോപ്പർട്ടീസ് വളരെ ശ്രദ്ധിക്കണം. എ യൂണിയൻ ബി ഓൾ ഡാഷ് ഈക്വൽ ടു എ ഡാഷ് ഇന്റർസെക്ഷൻ ബി ഡാഷ്. ഇവിടെ യൂണിയൻ വരുമ്പോൾ ഇവിടെ ഇന്റർസെക്ഷൻ വരും, ഇവിടെ ഇന്റർസെക്ഷൻ വരുമ്പോൾ ഇവിടെ യൂണിയൻ വരും. ഇതാണ് നമുക്ക് മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട പ്രോപ്പർട്ടീസ് ഓഫ് കോംപ്ലിമെന്റ് എന്ന് പറയുന്നത്. ഇനി നോക്കൂ, ഇനി നമുക്ക് ഇതിന്റെ ഈ ഡിമോർഗൻസ് ലോ വെരിഫിക്കേഷൻ വേണമെങ്കിൽ നടത്താം. എ യൂണിയൻ ബി ഓൾ ഡാഷ്. ആദ്യം നമ്മൾ എ യൂണിയൻ ബി ഓൾ ഡാഷിന്റെ വെൻ ഡയഗ്രം വരച്ച് നോക്കാം. എന്താ എ യൂണിയൻ ബി ഓൾ ഡാഷിന്റെ വെൻ ഡയഗ്രം എന്ന് പറഞ്ഞത്? ഇതാണ് നമ്മൾ ഇതാ എ എടുത്തു, ബി എടുത്തു. ദിസ് ഈസ് എ, ദിസ് ഈസ് ബി. ഇനി എ യൂണിയൻ ബി ഓൾ ഡാഷ് എന്താണ്? എ യൂണിയൻ ബിൽ ഇല്ലാത്തത്. അപ്പൊ എ യൂണിയൻ ബി ഇല്ലാത്തത് ഇവിടെ വരിക, ഇവിടെ വരും അല്ലേ, ഈ ഏരിയയിൽ. എ യൂണിയൻ ബി, എന്റെ ബിന്റെ ഉള്ളിലേക്ക് കടക്കാൻ പാടില്ല. ഇത്രയും ഏരിയയിലാണ് നമ്മൾ എ യൂണിയൻ ബി ഓൾ ഡാഷ് വരിക. ഈ ദിസ് ഈസ് എ യൂണിയൻ ബി ഓൾ ഡാഷ്. നമ്മളിപ്പോൾ ഈ വരക്കുന്ന ഈ സ്പേസിനാണ് നമ്മൾ എ യൂണിയൻ ബി ഓൾ ഡാഷ് എന്ന്, ബി വൈറ്റ് ഡോട്ട് ഉപയോഗിച്ചുള്ള സ്ഥലത്തെയാണ് നമ്മൾ, ഇതിനാണ് നമ്മൾ എ യൂണിയൻ ബി ഓൾ ഡാഷ് എന്ന് പറയാം. എ യൂണിയൻ ബി ഓൾ ഡാഷ് എന്ന് പറഞ്ഞാൽ എന്താണ്? യുവിലുള്ളത്, എ യൂണിയൻ ബിയിൽ ഇല്ലാത്തത്. എ യൂണിയൻ ബിയിൽ ഇല്ലാത്ത ഭാഗം. എ യൂണിയൻ ബി എന്താണ്? ഈ രണ്ട് സർക്കിളിന്റെയും ഉള്ളിലുള്ള സാധനത്തെ എ യൂണിയൻ ബി അറിയാം. അതിന്റെ പുറത്തുള്ളതിനാണ് നമ്മൾ എ യൂണിയൻ ബി ഓൾ ഡാഷ് എന്ന് പറയാം. ഇനി അടുത്ത എന്താണ്? ഇതിന്റെ റിസൾട്ടായിട്ട് നമ്മൾ പഠിച്ചത് എ ഡാഷ്
ഇന്റർസെക്ഷൻ ബി ഡാഷ് എന്നാണ്. എന്താണ് എ ഡാഷിലും ബി ഡാഷിലും കോമൺ ആയിട്ടുള്ളത്. അത് നമ്മളൊന്ന് വരച്ചു നോക്കാം. ശ്രദ്ധിക്കുക, ഈ റിസൾട്ട് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ റിസൾട്ട് നമ്മൾ വരക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ ഇനി അടുത്തത് ചിലപ്പോൾ ഇതിന്റെ വെൻ ഡയഗ്രം ഒക്കെ പരീക്ഷയ്ക്ക് ചോദിക്കും. നോക്കൂ, അടുത്ത് നമുക്ക് വരക്കാം നോക്കാം. ആദ്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, യൂണിവേഴ്സൽ സെറ്റ് വരക്കും. യൂണിവേഴ്സൽ സെറ്റ് വരക്കും യു. ഇനി ഞാൻ എ ഡാഷ് എ വരച്ചു, ഇത് ബി ആണ്, ബി. ഇനി ഞാൻ നോക്കൂ, ആദ്യം ഞാൻ എ ഡാഷ് ആണ് വരക്കുന്നത്. എ ഡാഷ് വരക്കുമ്പോൾ ഞാൻ അതിനെ എ ഡാഷ് എന്ന് പറയുമ്പോൾ ഏലില്ലാത്ത ഭാഗം. അപ്പൊ ഏലില്ലാത്ത ഭാഗം ഞാൻ ഈ പച്ച കൊണ്ട് നമ്മൾ ഏലില്ലാത്ത ഭാഗം വരക്കാണ്. ഏലില്ലാത്ത ഭാഗം, ഏലില്ലാത്ത ഭാഗമാണ് ഞാൻ ഷെയ്ഡ് ചെയ്യുന്നത് കേട്ടോ, ശ്രദ്ധിക്കുക. അപ്പൊ ഏലില്ലാത്ത ഭാഗം ഷെയ്ഡ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഷെയ്ഡ് ചെയ്യും. ഇത് വെൻ ഡയഗ്രം വഴി ഇങ്ങനെ വരക്കാൻ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്, ശ്രദ്ധിക്കുക. വെരിഫിക്കേഷൻ ഓഫ് ഡി മോർഗൻസ് ലോ യൂസിങ് വെൻ ഡയഗ്രം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റാണ്, ഇത് ശ്രദ്ധിക്കുക. ഇപ്പൊ ഞാൻ ഈ പച്ച ലൈനുള്ള എന്താണ്, എ ഡാഷ് ആണ് അല്ലെ, എ ഇല്ലാത്തതാണ് ഞാൻ ഈ പച്ച ലൈൻ കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇനി ഞാൻ എന്ത് ചെയ്യുന്നു, മഞ്ഞ ലൈൻ കൊണ്ട് ബി ഡാഷും ഞാൻ റെപ്രസെന്റ് ചെയ്യാൻ പോകട്ടോ, ശ്രദ്ധിക്കുക. ഇനി ബി ഡാഷ് എന്ന് പറയുമ്പോൾ ഈ മഞ്ഞ ഡോട്ട് ഇട്ടിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, ബി ഡാഷിനെ മാർക്ക് ചെയ്യാൻ പോവാം. ഇതാ, ബിയിലേക്ക് കടക്കാൻ പാടില്ല ബി ഡാഷ്. അപ്പൊ ഞാൻ ഒന്ന് ഹൊറിസോണ്ടൽ ലൈനും വരച്ചു, വേറെ ഒന്ന് വെർട്ടിക്കൽ ലൈനും വരക്കാം. ബിയിലേക്ക് കടക്കാതെ ഇനി ബാക്കിയുള്ളത് വരക്കണം. ബിയിലേക്ക് കടക്കാൻ പാടില്ല, ഇതാണ് ബി. അപ്പൊ ബിയിലേക്ക് കടക്കാതെ ഞാൻ വരക്കാൻ പോകാം, ശ്രദ്ധിക്കുക. ഇങ്ങനെയാണ് ബിയിലേക്ക് വരക്കാതെ കടക്കാതെ എന്ത് ചെയ്തു, യെസ്, ഇങ്ങനെ വരച്ചു. നിങ്ങൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം, ഇന്റർസെക്ഷൻ എന്ന് പറയുമ്പോൾ നോക്കൂ, രണ്ടിലും കോമൺ ആയിട്ടുള്ളത്, രണ്ടിലും കോമൺ എന്ന് പറഞ്ഞാൽ മഞ്ഞ ലൈനും പച്ച ലൈനും ചേർന്ന ഭാഗം. അപ്പോൾ ആ ഭാഗം മാത്രം എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അറിയോ, ഈ ഭാഗം ഇതാ ഇവിടെ മഞ്ഞ മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ മഞ്ഞ നമ്മൾ ഒഴിവാക്കണം. ഇതാ ഈ മഞ്ഞ ഒഴിവാക്കി. ഇനി ഞാൻ അടുത്ത പച്ച ഒഴിവാക്കണം, കാരണം പച്ച ഭാഗം രണ്ടിൽ ഇന്റർസെക്ഷൻ പച്ച ഉണ്ടാവില്ലല്ലോ. രണ്ടിൽ ഇന്റർസെക്ഷൻ രണ്ട് ലൈനും കൂടി മീറ്റ് ചെയ്ത സ്ഥലത്താണ്. അപ്പൊ എന്താണ് ഒഴിവാക്കി കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ വരച്ച ഫിഗറിന്റെ അതേ ഏരിയ തന്നെയാണ് നമുക്ക് ഈ ഉൾക്കൊള്ളുന്നത്. ഇനി രണ്ടിലും കോമൺ ആയിട്ട് എലമെന്റ് ഉണ്ടെങ്കിൽ ഒരു പ്രാവശ്യം എഴുതിയാൽ മതി. അപ്പോൾ ആൻസർ വരുമ്പോൾ ഒറ്റ എലമെന്റ് ആയിട്ട് വരും. ഇതാണ് അതിന്റെ വെൻ ഡയഗ്രം എന്ന് പറയുന്നത്. ഇതേപോലെ രണ്ടാമത്തെ റിസൾട്ടും നമുക്ക് എന്ത് ചെയ്യാം, വെൻ ഡയഗ്രം വഴി ഇങ്ങനെ വെരിഫൈ ചെയ്യാവുന്നതാണ്. ഇതിന്റെ വെരിഫിക്കേഷൻ നിങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കണം. പരീക്ഷയ്ക്ക് വെൻ ഡയഗ്രം ഉപയോഗിച്ച് ഡി മോർഗൻസ് ലോ വെരിഫൈ ചെയ്യാൻ ചോദിക്കും. ഇത്രയേ ഉള്ളൂ ഈ ചാപ്റ്ററിന്റെ കൺസെപ്റ്റുകൾ. ഇപ്പൊ നമ്മൾ ഈ ചാപ്റ്ററിന്റെ എ ടു സെഡ് കൺസെപ്റ്റുകൾ പഠിച്ചു കഴിഞ്ഞു. എല്ലാവരും ഈ ചാപ്റ്റർ വളരെ നല്ല രീതിയിൽ മനസ്സിലാക്കുക, വളരെ എളുപ്പമാണ്. ഇതിലെ പ്രോബ്ലംസ് നമുക്ക് വേറെ സെക്ഷനിൽ ചെയ്യാവുന്നതാണ്.